ഹല്ലേലൂയ. ഒരു വേദഭാഗം വായിച്ചിട്ടിരിക്കാം. 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. തന്റെ മഹത്വത്തിലും വീര്യത്തിലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയിൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഈ വക നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിടെ ആഗ്രഹിക്കുന്നത് ആ വിലയേറിയ വിശ്വാസം, ഈ ഇന്ദ്രിയജയവും വിശ്വസ്തയും സൗമ്യതയും ഭക്തിയും സഹോദരപ്രതിയും ഇത് കൂട്ടിക്കൊള്ളണം. ഇല്ല എങ്കിലോ നമ്മൾ ക്രിസ്തു ദൃഷ്ടിയുള്ളവരും മാത്രമോ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരും തന്നെ. ഒരു പാപിയായ വ്യക്തിക്ക് ശുദ്ധീകരണം ലഭിക്കണമെങ്കിൽ അവൻ കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം ചെയ്തിരിക്കണം. ആ സ്നാനം തള്ളിക്കളഞ്ഞെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവിനെ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് അവര്. ആ ക്രൂശ് മരണാടക്ക പുനരുദ്ധാനത്തിൽ അവർ ഏകീഭവിക്കുന്നില്ല. ആ ക്രൂശിന്റെ വചനത്തോട് ശത്രുക്കളായി തന്നെ നിൽക്കുന്നവരാണ്. അതാണ് തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. കരുണയുള്ള കർത്താവെ, നാം എങ്ങനെയാണ് ക്രിസ്തുവിൽ വളരേണ്ടതെന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്ത കാര്യത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്തതായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മെ കൊണ്ട് ജീവിപ്പിക്കുന്നതിന് വേണ്ടി നാം ഇതാ നമ്മെ തന്നെ വിട്ടുതരുന്ന കർത്താവേ, കരുണയുള്ള കർത്താവെ, നിങ്ങളുടെ ആത്മാവിനാൽ വഴി നടത്തണമേ. ലോകത്ത് പ്രദർശിപ്പിക്കാൻ എന്ന ആഗ്രഹം എനിക്കില്ല, എന്നാൽ അവർ എന്നിൽ ക്രിസ്തുവിന്റെ തേജസ് കാണും. അപ്പോഴാണ് ഒരു ക്രിസ്തീയ ജീവിതം. അല്ലാതെ ഞാൻ എന്തോ ആണെന്ന് പ്രദർശിപ്പിക്കുന്നതിനോ പറയുന്നതിനല്ല. നമ്മളിൽ നിന്ന് അവർ വായിച്ചെടുക്കണം. ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നിങ്ങൾ. ക്രിസ്തേശുവിന്റെ ഭാവമുള്ളവരാണ് നിങ്ങൾ. ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്, ക്രിസ്തുവിന്റെ പകരക്കാരനാണ്. സ്വർഗത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതാ ഈ വ്യക്തിയെ നോക്കൂ എന്ന് പറയുവാൻ തക്കവണ്ണം ലോകക്കാർ മനസ്സിലാക്കിയിരിക്കും. കരുണയുള്ള കർത്താവെ, ദൈവഹിത പ്രകാരം ജീവിപ്പാൻ നമ്മെ സഹായിക്കണമേ. ആത്മാവിനാൽ വഴി നടത്തപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കേൾക്കാനെന്നുള്ളതല്ല, അത് കേൾക്കണം. പക്ഷെ ഈ ശബ്ദം മാത്രം കേട്ടാൽ പോരാ. അപ്പോൾ നിങ്ങൾ എന്താണ്? ആടുകളെ ആകുന്നുള്ളൂ, എന്റെ ആടുകളാകില്ല. എന്റെ ആടുകൾ എന്ന് പറഞ്ഞാൽ ചെമ്മരി ആടാണ്. കോലാടുമുണ്ട്. അത് ഇവിടെ നിന്നും ഭക്ഷിക്കും, അവിടെ നിന്നും ഭക്ഷിക്കും, അവിടെ ഇവിടെയും ചാടിയൊക്കെ നടക്കും. ചെമ്മരി ആടാണെങ്കിൽ ഇടയൻ, അതായത് വഴി നടത്തൽക്കാരൻ ഒരുവനില്ലെങ്കിൽ അത് അവിടെ നിൽക്കും, യാത്ര ചെയ്യില്ല. വഴി തിരിച്ചറിയാൻ അതിന് നിങ്ങൾ ലോകത്ത് നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ ചെമ്മരി ആടുകളാണ്. നയിക്കുവാൻ ഒരുവൻ വേണം, അവൻ കർത്താവായ യേശുക്രിസ്തു.
ആ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്, അതുവരെ നമ്മൾ ചലിക്കില്ല. ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇവിടെ കാണിക്കാം, ഇന്ന് TV കൊണ്ടുവന്നിട്ടില്ല, സ്ക്രീനിൽ കാണിച്ചു തരാം. അതുവരെ ആടുകൾ മേയും, പലരും ശബ്ദം ഉണ്ടാക്കും, നമ്മൾ മിണ്ടാതിരിക്കും. അതായത് ഇവിടെ നിന്ന് ഞാനിങ്ങനെ വിളിച്ചു പറയും, നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം. പക്ഷെ നിങ്ങളുടെ യജമാനൻ സംസാരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ആളാണെങ്കിൽ നിങ്ങൾ ശബ്ദിക്കും. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവം നേരിട്ട് ഹൃദയത്തിൽ സംസാരിച്ചതാണ്. അടുത്തിരുന്ന വ്യക്തി ആയിരിക്കും, ഇതെന്തിനാ കിടന്ന് കൂവി വിളിക്കുന്നത്? അവർ ദൈവവുമായിട്ടൊരു കൈവടിയിലായി. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവിടെ വന്നതുകൊണ്ട് ഒരു ഫലവും ഇല്ലാതാവും. അത് കേട്ടാൽ നിങ്ങൾ ക്രിസ്തുവിന് അനുരൂപമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായോ? വിഷമമുണ്ടായെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ എന്നെ 2-3 പേര് വിളിച്ചു. ഈ ലൈവ് കണ്ടിട്ട് ചിലർ തീരുമാനിച്ചു ഇനി ചില ചർച്ചിൽ അവർ പോകുന്നില്ല, ഞങ്ങൾക്ക് ഇത് മതി. നോക്കൂ, ഈ പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച എന്നൊരു പാഠം ഞാൻ ഇതുകൂടെ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു മർമ്മം കൂടെ പറഞ്ഞിട്ട് നിർത്തും. പിന്നെ ലൈവ് ഇത് കൊടുക്കില്ല. ലൈവ് നമുക്ക് തരും, നമ്മളത് പ്രത്യേക ഗ്രൂപ്പിനെ കൊടുക്കുള്ളൂ. കാര്യം എന്താ? ഇതെല്ലാം ദൈവം മൂടി വെച്ചിട്ട് പോയതാ. വെളിപ്പാട് പുസ്തകത്തിൽ 3:22 എന്താ പറയുന്നത്? ഹൃദയവാതികൾ മുട്ടയാണ്. അതാണ് നമ്മുടെ സന്ദേശം. ഈ വചനപ്രകാരം വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവ് ഒന്ന്, ഉപദേശം ഒന്ന്, സഭ ഒന്ന് എന്ന് നമ്മൾ വചനപ്രകാരം തെളിയിച്ചു കൊടുക്കുന്നു. അപ്പൊ തെളിയിച്ചു കൊടുക്കുന്ന ഇതെല്ലാം പഠിപ്പിക്കാൻ ദൈവം ഈ കാലത്ത് എല്ലാ പുരോഹിതന്മാരെയും ദൈവം ഉപയോഗിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ സഭകളുടെയും പുരോഹിതന്മാർ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. യേശുവിൻ നാമ സഭയും അത് തന്നെ പറയുന്നു. എങ്കിൽ ആ വിളിച്ചു വേർതിരിച്ചവൻ പകുതി വഴിയെ കൊണ്ടുവന്നിട്ട് അവരെ ദൈവവചനം ശരിയായ ദൈവിക വെളിപ്പാട് പഠിപ്പിക്കാതെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനാണോ? വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ അവൻ അവസാനത്തോളം വഴി നടത്തും എന്ന് പ്രസംഗിക്കുന്നു. പക്ഷെ സ്നാനത്തിന് മാത്രം ദൈവം സ്വീകരിച്ചു, സ്നാനപ്പെടുത്തി. പിന്നെ സഭയെ പഠിപ്പിക്കുന്നു. കത്തോലിക്കയും പെന്തക്കോസ്തും മാർത്തോമായും CSI ലോകസഭകൾ പഠിപ്പിക്കുന്ന, ലോകസഭ എന്നാ പറയുന്നത്, ദൈവസഭയല്ല, ലോകസഭകൾ ആത്മീക വെളിപ്പാടില്ലാതെ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അവരും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിന്നെ ഇനി എന്തിനാണ് ആ പ്രസംഗം കേൾക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. 2-3 പേര് വിളിച്ചിട്ട് പറയാണ്, പാസ്റ്ററെ യൂട്യൂബ് കിട്ടുന്നുണ്ട്, ഇനി ഞങ്ങൾ ചിലർ ചർച്ചിൽ പോകുന്നില്ല, ചിലർ ഇത് മെസ്സേജ് തന്നെ കേൾക്കാൻ പോകുന്നു. ഇത് ദൈവം ഇടപെട്ടത് കൊണ്ടാണ്. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ ഗാംഭീര്യവും അതിനകത്തുള്ള വെളിപ്പാടും ഗ്രഹിച്ചിട്ട് ഇതുവരെ ആയിരുന്ന സഭകളിൽ നിന്ന് ഇതല്ലല്ലോ ലഭിച്ചത്, വെറുതെ സമയം കളഞ്ഞിട്ട് ആത്മാവിന് വളർച്ച പ്രാപിക്കാതെ ശരീരത്തിന് കിഴവിക്കഥകൾ കേട്ട് ഒരു തുള്ളിച്ചാടൽ മാത്രമായിരുന്നു. ആത്മാവ് തുള്ളിച്ചാടിയില്ല. ആത്മാവ് തുള്ളിച്ചാടുന്ന സമയത്ത് അവർക്ക് പിടികിട്ടും, കർത്താവ് എന്നോട് സംസാരിച്ചു, ഇനി ഇതാണ് കേൾക്കുവാൻ. വളരെ ദൂരെയുള്ളവരാ, അവർ വരാം, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ പോകണം, സ്നാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ടവർ തന്നെയാണ്, എങ്കിലും ഈ സന്ദേശം അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. നോക്കൂ, നമുക്കോ? അപ്പോ നമ്മളിവിടെ വന്നത് ദൈവ ഇഷ്ടപ്രകാരം നാം ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പരിപൂർണ സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാൻ, ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച, അതായത് ഒരു പ്രതിരൂപം, ക്രിസ്തുവിന്റെ പ്രതിരൂപമായ ഒരു വ്യക്തിയെ പോലെ. മണവാട്ടിയാണ്, സ്വർഗീയ പ്രവേശനത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മണവാളൻ തന്റെ മണവാട്ടിക്ക് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതാണ് പ്രാർത്ഥനയിൽ പറഞ്ഞത്. തെരുവിൽ കിടന്ന ഒരു പെൺകുട്ടിയെ ഒരു രാജകുമാരൻ കുതിരസവാരിക്കാരൻ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു. അവൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് ആ കൊട്ടാരത്തിന്റെ രീതിക്കനുസരിച്ച് ജീവിക്കാൻ തോഴിമാരെ അയച്ചിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു റൂം അവിടെ വേർതിരിച്ചു കൊടുത്ത് അവിടെ അല്ല, നമ്മൾ പോയിട്ടില്ല, കൊട്ടാരത്തിൽ ഇതുവരെ പോയിട്ടില്ല. കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എന്റെ നാമം, നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ഒരു എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഇടമത്ര യഥാർത്ഥ ആരാധനാലയം. ആ നാമത്തിൽ തന്നെ അടിസ്ഥാനം ഇടണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് അടിസ്ഥാനം ഇട്ടിട്ടല്ല, ആ വാക്കിലല്ല, അത് നാമമല്ല. കർത്താവ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ. അതാണ് യേശു പറഞ്ഞ, എന്നിൽ പണിയണം, ഇല്ലാത്തതിനെല്ലാം വെട്ടിക്കളയും. അപ്പോൾ ഈ സഭ മണവാളൻ നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ, സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് കർത്താവ് ഇവിടെ നമുക്ക് വചനം പഠിപ്പിച്ചു തരികയാണ്. ഇത് വളരെ പ്രയാസമുള്ളതായതുകൊണ്ടാണ് ഈ രൂപം ഇങ്ങനെ വരച്ചത്. ഇതാണ് യേശു ലാസ്റ്റ് പറഞ്ഞത്, ഇവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാം സഭ നിറയെ ആളുണ്ടായിരിക്കും, എന്നാൽ ദൈവിക ഇഷ്ടപ്രകാരം ഒരുങ്ങുന്നവരാരോ അവർ മാത്രമേ പോവുകയുള്ളൂ. ലാസ്റ്റില് ഈ ജീവികള്, ഗോതമ്പ്, ഈ സൈഡിലുള്ളത്
ഇത് എല്ലാം കൂടെ ചേർത്ത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ലോകത്തിന്, നമുക്ക് സഭയിൽ പഠിപ്പിക്കേണ്ടതാണ്. എന്നാലും അതുകൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ കേട്ടിട്ട് ശരിയാണ്, തുടർന്നെടുക്കാൻ പോകുന്ന വചനങ്ങൾ, മെസ്സേജുകളെല്ലാം വളരെ അതിഗംഭീരമായ വെളിപ്പാടുകളാണ്. നമ്മളെല്ലാം ഇരുന്നാണല്ലോ. 9 വർഷത്തോളം ഞാൻ പെന്തക്കോസ്തിലിരുന്നു. 58 വയസ്സായി. 13 വർഷം വന്നിട്ട് ജനനം മുതലേ ക്രിസ്തീയ സഭകളിലാണ്. എല്ലാ സഭകളിലും പോയി 4, 5, 7, 8, 10 വർഷങ്ങൾ കണക്കിന് പോയി. അവിടെ ഒന്നും ലഭിക്കാത്തൊരു വെളിപ്പാട് ഇവിടെ കർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പൊ ശരിയായ മന്ന കഴിച്ചാൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ കർത്താവ് ഇവിടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. ലോകത്തെല്ലാവരും 2 പത്രോസ് വചനം വായിക്കുന്നുണ്ട്, എന്താണ് എന്ന് അറിയുന്നില്ല. ആ വിളിച്ചവരും പറഞ്ഞത് തന്നെ, ഇത്രയും കാലം നമുക്കത് മനസ്സിലായില്ല. ശരിയായത് കുറച്ചേ കേട്ടുള്ളൂ എങ്കിലും നോക്കൂ, ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ വിശ്വാസത്താണ് വിളിക്കുന്നത്. ഇവിടേക്ക് വിളിക്കുന്നതിന് മുൻപായിട്ട് പുറത്ത് വെച്ച് അപ്പോസ്തല പ്രവൃത്തി 8:12 പ്രകാരം നമ്മൾ സുവിശേഷം കേൾക്കും. ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും, കണ്ടോ, സുവിശേഷം കേൾക്കുമ്പോൾ മുതൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 8:12. അല്ല, ദൈവരാജ്യത്തെയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുന്നല്ല, എന്ന വാക്കുകൾ കേൾക്കുന്നില്ല. ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ എന്ന് പറയുമ്പോൾ എന്നാണ് ഒരാൾ വിളിച്ചു പറഞ്ഞു, അപ്പൊ യേശുക്രിസ്തുവിന് വേറൊരു പേരില്ലേ എന്ന്. ഇതൊക്കെ അതിബുദ്ധിയാണ്. അവര് പറഞ്ഞു വന്നത് യഹോശുവ മശീഹ എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവരാജ്യം എന്താണ്? സ്വർഗത്ത് ഒരു രാജ്യമുണ്ടെന്നും അവിടെ ഒരു രാജാവുണ്ടെന്നും ആ രാജാവിന് മണവാട്ടി ആവശ്യമുണ്ടെന്നും ഈ വക കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഔവണ്ണം ഒരുങ്ങുവാനായിട്ട് നമുക്ക് വചനം നൽകുമ്പോൾ തന്നെ ഒരു വഴിയേ ഉള്ളൂ, ഒരു നാമമേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ഇതും ആ സഭകളിൽ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. പഠിപ്പിച്ചായിരുന്നെങ്കിലും പിന്നത്തേതിൽ അത് മാറ്റിയിട്ട് എല്ലാവരും കർത്താവായ യേശുക്രിസ്തു, അതൊന്ന് മാറ്റിയിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്നലെ ഞങ്ങള് എൻ്റെ ഫാമിലി ഗ്രൂപ്പിനകത്ത് ഒരു ലിങ്ക് വന്ന് എൻ്റെ ആന്റിയുടെ മോനാണ്, പാസ്റ്ററാണ്. പുള്ളി പണ്ട് എല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവ്, അത് കളഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പൊ ഇപ്പം ഈ ബോർഡ് വെച്ച് സംസാരിച്ചെല്ലാം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിട്ട്, അങ്ങനെ ഇന്നലെ ഒരു ലൈവ് കൺവെൻഷൻ ഉണ്ടായിരുന്നു, ലിങ്ക് ഇട്ട് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി. അദ്ദേഹമാണ് പ്രാർത്ഥിച്ച് ജോബിൻ ഹാൽ വന്ന പാസ്റ്റർ ഇങ്ങനെ ക്ഷണിച്ചത്. അവൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതും സാധാരണ പള്ളിക്കാരാ, പക്ഷെ ഇതിനിടയിൽ പറഞ്ഞതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആളിരിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്ററാണ്, മോന. അത്രയെങ്കിലും കേട്ടല്ലോ. അപ്പോഴും ന്യായവിധി കൂടുന്നേ ഉള്ളൂ. ബാക്കി ശരിയായ മന്ന കളപ്പുരയിൽ ശേഖരിച്ചിരിക്കുകയാണ്. വാതിൽ തുറന്ന്, ഈ വാതിലേത്? കർത്താവായ യേശുക്രിസ്തു. അതാ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കായിരുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന വാതിൽ തുറക്കുമ്പോൾ 5 വാതിൽ അടയുകയാണ്. ലോകത്തിന്റെ ഇതിലെ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ബൈബിൾ കോളേജിലുള്ള പഠിത്തവും നമ്മൾ ലോകം പഠിപ്പിക്കുന്നതല്ല, ബുദ്ധിയിൽ ശരി, വചനം വായിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്നതാ. ആ വാതിൽ മുഴുവൻ അടയ്ക്കണം. അതിന്റെ ഒരു മാതൃകയാണ് പൗലോസ്. അവൻ പഠിച്ചതല്ല, ഇത്രയും ആരും പഠിച്ചിട്ടില്ലല്ല. അവന് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ദൈവം അവൻ അന്ധനാക്കി എന്ന് വെച്ചാൽ അവന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു. ഒന്നും കാണാനോ കേൾക്കാനോ ശ്രമിക്കാനോ കഴിയാത്തതായി. പിന്നെ അല്ലയോ കുമാരി, നിൽക്കാ, തുറക്കാ, നിന്റെ രാജകുമാരൻ എഴുന്നള്ളാൻ സമയമായി. ഒരൊറ്റ വാതിൽ തുറന്ന കർത്താവായ യേശുക്രിസ്തു എന്ന വാതിൽ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം, ആ ശബ്ദം തിരിച്ചറിയണം. സുവിശേഷം അറിയിക്കാൻ വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ, എങ്ങനെ ഇപ്പൊ നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 8:12 പ്രകാരം ദൈവരാജ്യത്തെയും യേശുക്രിസ്തു എന്ന നാമത്തെക്കുറിച്ചുള്ള പ്രാധാന്യം വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. സ്നാനം വ്യക്തമായി ആരാണ്, എന്താണ് ചെയ്തത്, അതിന്റെ ഉദ്ദേശം എന്ത്, അതാണ് വചനം പറയുന്നത്. മാർക്ക് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അഭിഷിക്തനായ ഒരു പുരോഹിതനിലൂടെ പഠിച്ച് അങ്ങനെ ബൈബിളിലെ ഓരോ വചനങ്ങളും കാണിച്ചു കൊടുത്ത് വിശ്വസിച്ച ശേഷമാണ് സ്നാനപ്പെട്ട് സഭയിൽ വരുമ്പോൾ വാതിൽ തുറന്നു, എന്റെ ശബ്ദം കേട്ടു, വാതിൽ തുറന്നു. പിന്നെയോ ഞാൻ അവനോടും, അവിടെ വന്നപ്പോ ഏകവചനം, അവൻ എന്നോടും ഇൻഡിവിജ്വലാ അത്താഴം കഴിക്കും. അത് മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് കൂടെ പബ്ലിക്കിന്റെ അടുത്ത് ലാസ്റ്റ് നല്ല വലിയ മർമ്മം സംസാരിക്കാൻ പോകുന്നത്. മർമ്മം എന്നൊരു തമാശ ചിരിക്കുന്നവരും ഉണ്ടാവാം, പക്ഷെ നമ്മളെ പോലെ ആഗ്രഹിച്ച് എവിടെയെങ്കിലും അന്യപ്പെട്ടു പോയല്ലോ, ഏതാണ് ശരി, ഇതുവരെ എന്റെ അടുക്കൽ വന്നില്ലല്ലോ, അത് വെളിപ്പാട്, ആ സത്യം വന്നില്ലല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവർക്കാണിത്. അവർ കേൾക്കുമ്പോൾ സ്ഥലവും ദൂരവും പ്രായവും ഒന്നും അവർക്ക് വിഷയമല്ല. വിളിക്കുക, സംസാരിക്കുക, സ്നാനപ്പെടുക. ദൂരെയാണെങ്കിൽ ലൈവായിട്ട് ഞങ്ങൾ തരും, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് ലൈവായിട്ട് മന്ന കഴിക്കാം. തിരുവത്താഴം കഴിക്കാനായിട്ട് ഇടയ്ക്ക് വരിക. ഇല്ലെങ്കിൽ ദൂരോട്ടാണെങ്കിൽ അവിടെ വന്ന് തിരുവത്താഴത്തിൽ ചെറിയൊരു കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞാൽ
ഓക്കെ. കാര്യം യേശു പറഞ്ഞു എന്റെ ആടുകളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അകത്തേക്ക് വന്നാൽ പിന്നെ ഇൻഡിവിജ്വൽ ആണ് ആഹാരം. ഇത് ദൈവഹിതമാണ്. അതിനപ്പുറമായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ആദ്യം എന്നെ ഇവിടെ നിർത്തി കളയും. ഇപ്പോഴും പറയാൻ പാടില്ല, എങ്കിലും ഞാൻ ഈ കാര്യം പബ്ലിക്കിൽ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ചില കാര്യം പഠിച്ച് തന്നെ ബ്രദർ വന്നു ആ ബോർഡൊക്കെ വെച്ച് സംസാരിച്ചു. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. അദ്ദേഹം ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു. അവിടെ നിന്ന് കത്തോലിക്ക മുതൽ മാർദ്ദമയിലേക്ക് ഇന്നലെ രാത്രി വിളിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഒരു വിവരവും വിദ്യാഭ്യാസം മനുഷ്യനാണ്, പാവപ്പെട്ട മനുഷ്യൻ, വിദ്യാഭ്യാസം ഒന്നുമില്ല, ആ ശരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചത്. ഇത് ഞാൻ ഇപ്പോഴാ കണ്ട, എന്റെ ഫോണിൽ കിട്ടി, ഉടനെ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞൊന്ന് രാത്രി വീണ്ടും വിളിച്ചു. അതിൽ ഒരുപാട് സഭകളിൽ പോയി. അത് ഞാൻ യൂട്യൂബിൽ പറയുന്നത് കേട്ടു. അപ്പൊ അതുപോലെ ഞാൻ ഓടി നടന്ന് പാസ്റ്ററായി. ഇപ്പൊ നിങ്ങൾ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തമ്മിൽ കാണണം. സ്നാനപ്പെട്ടു, യേശുക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ട വ്യക്തിയാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിനോട് പ്രസംഗം കേട്ടിട്ട് വേറൊരാളെ കോണ്ടാക്ട് ചെയ്ത് അവർ സ്നാനപ്പെട്ടു. പക്ഷെ അവിടെയും ചെന്നിട്ട് ഇതുപോലെ അല്ല അവർ പഠിപ്പിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. സഭയുണ്ട്, പുരോഹിതനുണ്ട്, പള്ളി എല്ലാം ഉണ്ട്. പക്ഷെ മന്ന തെറ്റിക്കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയുന്നതിന് അകത്തൊരു വിത്ത് വേണം, ദൈവാത്മാവ് വേണം. അതാണ് വിവേചിച്ചറിയുന്നത്. അതിനാണ് ആദ്യം വചനം പറയുമ്പോൾ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം കേൾക്കയാൽ വിശ്വസിച്ചവർ സ്നാനമേറ്റു സഭയോട് ചേർന്നു. ഓക്കെ. അപ്പോൾ നമ്മളുടെ പുറത്തു വച്ച് വചനം കേൾക്കും. കഴിഞ്ഞ ആഴ്ചത്തെ വിശദീകരണത്തിൽ അരമണിക്കൂറായി. പുറത്തു വച്ച് ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരാണ് സ്നാനമേൽക്കുന്നത്. വിശ്വാസം എന്താണ്? ഒരാൾ വന്ന് പറഞ്ഞ വചനം ബൈബിളിൽ കണ്ട് അതല്ല വിശ്വാസം. പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ, നമ്മുടെ കഥ പറയുമ്പോൾ വനത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഒരു മൃഗം ഉണ്ടായിരുന്നു, അവരെ പിടിക്കാൻ ഓടിച്ചു എന്ന് പറയുമ്പോൾ ഒരു സീൻ നമ്മുടെ ഹൃദയത്തിലൂടെ സീനായിട്ട് പോകുന്നത് പോലെ ദൈവവചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് പിതാവ് വേറെയല്ല. വചനം കൊടുക്കണം. ആ വചനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും വിളിക്കുന്നത് അവരെല്ലാം വിളിക്കുന്നവർ മൂന്നാക്കുവാനുള്ള വചനം. ഞാൻ പറഞ്ഞു, സഹോദരൻ നിങ്ങളെ പോലെ ഞാനത് പഠിച്ചിരുന്നു. നിങ്ങൾ മൂന്നാക്കുവാനുള്ള വചനം തരുന്നു. ഓക്കെ, ഇനി ഒന്ന് എന്നുള്ള വചനം ഉണ്ടെന്ന് നോക്കൂ. വളരെ മോശമായി സംസാരിക്കും. മേലാൽ സംസാരിക്കരുത്, അടിക്കും എന്നൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കാട്ടാക്കട വരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പരസ്യ സൃഷ്ടി ഞാൻ വരാം, അറിയിക്കുകയും ചെയ്യാം. വരില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ ചലഞ്ച്. എന്താ? ഒറ്റ നാമം നിമിത്തം, കർത്താവായ യേശുക്രിസ്തു നാമം നിമിത്തം. അപ്പോൾ പുറത്തു വെച്ച് വചനം കേട്ട് ഒരു ദർശനം, സീൻ, കാണാൻ കഴിയാത്ത കാര്യം എന്റെ ഹൃദയത്തിൽ കാണുന്നവരാണ് വിശ്വാസം. അങ്ങനെയുള്ളവരാണ് പിന്നെ വിട്ടുപോകാത്തത്. ബാക്കിയില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരായിരിക്കും സംശയങ്ങളൊക്കെ ഉണ്ടാവാം. ആ കാഴ്ച പ്രകാരം വരുന്നവരെ ഈ പിരമിഡ് പോലുള്ളതിൽ ആദ്യം ആ കാഴ്ച പ്രാപിച്ചവരെ കൂട്ടുന്ന കൂട്ടമാണ് ദൈവസഭയുടെ ആദ്യ ഭാഗം. അവിടെയാണ് വിശ്വാസം. ആ വിശ്വാസം ലഭിച്ച വ്യക്തികൾക്ക് പിന്നെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ വരുമ്പോൾ എന്തുണ്ടാവും? ഒരു വീര്യം ഉണ്ടാവും. അത് വീണു പോകുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ ഏതിൽ നിന്നു വീണു എന്ന് ഓർത്ത്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തില് ശ്രദ്ധിക്കുക. നമ്മൾ സഭാകാലം ഇപ്പൊ ബുധനാഴ്ച സഭാകാലം എടുക്കേണ്ടിരിക്കുകയാണ്. ബ്രദറിനെ കൂടി ഞാൻ ആഡ് ചെയ്യാം. സഭാകാലം നമ്മൾ എടുക്കുന്നില്ല. അതിന്റെ കാര്യം, ഒരു സഭാകാലം തുടങ്ങി ആദ്യമേലെ തെറ്റിക്കുന്നവരുണ്ട്. തെറ്റിക്കഴിഞ്ഞ് മുഴുവൻ പേരും മരണത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദൈവം അവനെ ശരിയാക്കുന്നതിന് വേണ്ടി ഒരുവനെ എടുക്കും. 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ഒരുവൻ മരിച്ചുപോയി, അല്ല കെട്ടിത്തൂങ്ങി ചത്തു. അവര് തുണ്ടിട്ട് ഒരുവനെ എടുത്തു. ദൈവം സ്വീകരിച്ചിട്ടില്ല, വേറെ ഒന്നും അവന്റെ പേരില്ല. അപ്പോ 11 പേരോടുകൂടി അപ്പോസ്തല പ്രവൃത്തി മുതൽ ദൈവസഭയിൽ ദൈവവചനം പറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 4:12 പറഞ്ഞപ്പോൾ സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവായ യേശുക്രിസ്തു. അത് പറഞ്ഞപ്പോൾ തന്നെ അതിനു മുമ്പായി 1-ാമത്തെ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്നവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത്. അവനാണ് എതിർ ക്രിസ്തു. അങ്ങനെ എല്ലാവരും നാമത്തിൽ നിന്ന് തെറ്റി പോയപ്പോൾ 4 ജീവികൾ, ലാസ്റ്റ് കുറച്ച് കൂടുതൽ ശരിയാ, ഈ 4 ജീവികൾ, സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ. അപ്പോൾ ഈ 11 അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് ഏകദേശം 13-14 വർഷം കഴിഞ്ഞപ്പോൾ സിംഹത്തിന്റെ ഇത് യേശുക്രിസ്തുവാണ്. സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹം, മത്തായി. ഈ സിംഹത്തിന്റെ ഗർജനവുമായി കർത്താവ് പൗലോസിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ പൗലോസ് പറഞ്ഞതിൽ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ദൂതനാകട്ടെ സംസാരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ 11 പേരെ പോലെ അല്ല പൗലോസ് സംസാരിച്ചിരിക്കുന്നത്.
അപ്പം സിംഹത്തിന്റെ ഗർജനം, നമ്മളൊരു വചനം ഇവിടെ വായിച്ചു, യോശുവയിൽ എവിടെയാണ്? സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. എന്തുകൊണ്ടാ? സിംഹം, നമ്മുടെ ലോകം, ഇവിടെ നമ്മൾ മനുഷ്യരുണ്ട്, ഇതുപോലത്തെ ഒരു സഹവാസമാണ് മൃഗം, വനം. അവിടെയും ജീവജാലങ്ങളുണ്ട് നമ്മളെ പോലെ. അവിടുത്തെ ജീവജാലങ്ങളെല്ലാം അവിടുത്തെ രാജാവ് സംസാരിക്കുമ്പോൾ സൈലന്റ് ആണ്. ഒന്ന് ഭയം, ഇടിമുഴക്കം പോലെ. ആ ശബ്ദം കേട്ടാൽ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് മൗനമായിരിക്കുകയാണ്. ഹൃദയഭേദകമാണ് ആ ശബ്ദം. യേശുക്രിസ്തുവിന്റെ ശബ്ദവും ഇങ്ങനെ തന്നെയാണ്. ഈ 11 അപ്പോസ്തലന്മാർ സംസാരിച്ചതുപോലെ അല്ല പൗലോസ് സംസാരിച്ചിരിക്കുന്നത്. പൗലോസ് അതിനു മുമ്പേ 11 പേര് സംസാരിച്ചതിനെ 2ഓ 3ഓ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. അവർ വിശ്വാസ സ്നാനം ചെയ്തിരുന്നതിനെ പൗലോസിനെ 13-14 വർഷങ്ങൾക്ക് ശേഷം വിളിച്ച് മണലാരണ്യത്തിൽ അയച്ച് പഠിപ്പിച്ചിട്ട് അപ്പോസ്തലപ്രവൃത്തി 19 വന്നിട്ട് ആണിക്കല്ലിട്ട് വീണ്ടും ഉറപ്പിക്കുകയാണ്, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം. ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല, ഭൂമിയിൽ ഒരു വ്യക്തിക്കും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ ലോകസഭകളെല്ലാം ആത്മക്കണ്ണ് അടഞ്ഞു പോയിരിക്കുന്ന പ്രകാരം ഇന്ന് നമ്മൾ അങ്ങനെ ആയിരുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ വിളിച്ചു വേർതിരിച്ച സഭയിൽ, എഫെസോസ് സഭയാണ്, ഇവിടെ വിശ്വാസികളുടെ കൂട്ടത്തിനിടയിൽ സിംഹം ഗർജിക്കുകയാണ്. ഒന്നാമത്തെ ജീവി ഗർജിക്കുമ്പോൾ ആർ മാത്രം ഭയപ്പെടും? ദൈവജനം മാത്രം. ഇതിനകത്ത് മറ്റുള്ളവരെന്ത്? കുഴപ്പമൊന്നുമില്ല, ഇനിയും കാലങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ആകാം, അങ്ങനെയാകാം, എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അവർ വീണു പോകും. അപ്പോഴും എപ്പോഴെങ്കിലും വീണുപോയെന്ന് ബോധ്യപ്പെട്ടാൽ പശ്ചാത്തപിച്ച് പൂർണ്ണമായും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ പെറ്റമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. വ്യാജം കാണിക്കാതെ പൂർണ്ണ ഹൃദയത്തോട് നിന്നാൽ ഇതുവരെ തള്ളിക്കളഞ്ഞവർ നോക്കി നിൽക്കാൻ അനുഗ്രഹിച്ച് അവരുടെ മുമ്പിൽ ഉയർത്തുന്നവനാണ്. പണവും സമ്പത്തും കാറും ബംഗ്ലാവും അല്ല, ആത്മീക വളർച്ചയാണ് കർത്താവ് ഇവിടെ കാണുന്നത്. ബാക്കി നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ശത്രു ഒരു വഴിയായി വരുന്നവൻ 7 വഴിയായി പോകും. പക്ഷെ ഇവിടെ നിന്നൊരു സിംഹഗർജനം നമ്മൾ കേൾക്കണം. ദൈവസഭയിൽ ഇരുന്ന് സിംഹത്തിന്റെ ഗർജനമാണ്, രാജാവിൻ്റെതാണ്. ഇനി നമ്മൾ സ്നേഹത്തിൽ, സിംഹം എന്ന് പറഞ്ഞാൽ പേടി വരും. അടുത്ത സ്നേഹത്തിൽ എങ്ങനെ ചിന്തിക്കണം? എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയുള്ളൂ. എന്റെ ആത്മ മണവാളൻ സംസാരിക്കുന്നു, കാതോർത്ത്. ഏത് കാത്? ഹൃദയത്തിന്റെ കാത് തുറന്നിരിക്കും. ആ സിംഹഗർജനവുമായിട്ടാണ് ഒന്നാമത്തെ സഭ തുടങ്ങിയത്. ഇതിനെ വീഴ്ത്തിക്കളഞ്ഞു. എപ്പോൾ? ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ. ഞാൻ കുതിരയുടെ പടങ്ങളോട് വരയ്ക്കാൻ വിചാരിച്ച 4 കുതിര ലാസ്റ്റ് സംസാരിക്കാം, റെഡിയാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഇത് ഗർജനമായിട്ട് കാണില്ല. ഇത് ഗർജനം എവിടെയാണ് ഗർജനം വരുന്നത്? ഹൃദയത്തിലൊരു വൈബ്രേഷൻ. ദൈവശബ്ദം കേട്ടിട്ടുള്ളവർക്കറിയാം. ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ ഞാൻ ആദ്യമായി ശബ്ദം കേൾക്കുന്നത് എന്റെ റൂമിൽ അന്നത്തെ ലോകപ്രകാരമാണ്. വെസ്റ്റേൺ മ്യൂസിക്, ബോണിയം മ്യൂസിക് കേട്ട് ഭയങ്കര ശബ്ദത്തോട് കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ പള്ളിയിൽ പോയിരുന്ന സമയമാണ്. കർത്താവിന്റെ നാമം നിമിത്തം തന്നെ CSIയിലാണ് കാര്യം പറയാം. അതൊരു ഓരോ ഞായറാഴ്ചയും ഓരോ മദ്യപാനികളായ ആൾക്കാരെ തന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച്, ഇവിടെ ചീനിയുള്ള ഒരു പ്രസംഗം അവിടെ കൊണ്ടു. അന്ന് എനിക്ക് വലിയ ഇതൊന്നുമില്ല. അവര് പ്രാർത്ഥിച്ചാലോ എന്നാണ് വിചാരിച്ചത്. പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ വരുന്ന മദ്യപാനിയായ സഹോദരന്മാരെ മദ്യപാനം വിടുമ്പോൾ 14ാമത്തെ വയസ്സ് തുടങ്ങിയ കാര്യമാണെന്ന് ആലോചിക്കണം. കർത്താവ് നടത്തിയതാ. ഈ സഹോദരനെ കൊണ്ട് വേറെ വീടുകളിൽ പോകും. അവിടെ നിന്നൊരു വ്യക്തിയെ നേടും കർത്താവ്. ആ വ്യക്തിയെ കൊണ്ട് അടുത്ത് പോകും. ഇങ്ങനെ 10 വ്യക്തികളെ കർത്താവ് തന്നു. ഈ 10 വ്യക്തികളുമായി പിന്നീട് ഞായറാഴ്ചകളിൽ 10 വീടുകൾ സന്ദർശിക്കും. പലരെയും ഞാൻ വിളിക്കാൻ കാണാൻ പോകുന്നത് രാത്രി 2:30ക്കും 3 മണിക്കും 4 മണിക്കാണ് ഉയർത്തല്ല ഉറങ്ങിയിട്ട് പോകണം. മൂക്കുത്തി മല, ഒരു മലയാണ്. ഒരു മലയിൽ നിന്ന് മലയുടെ മറുഭാഗത്ത് പോയാലേ അടുത്ത വീടുള്ളൂ. രാത്രി ഒറ്റയ്ക്ക് പോകും. എന്റെ സ്വന്തം ബന്ധു, നാട്ടുകാർ ഒന്നുമല്ല, ഒരു ഇതില്ല. അവിടെ പോയി താമസിച്ചു ആ പള്ളിയിൽ വരുന്നവരുള്ളൂ. അവിടെ ചെന്നിട്ട് അവർ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ അവരെ കൂട്ടി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ആ വാടകയ്ക്ക് വാഹനം എടുത്ത് തിരിച്ചു കൊണ്ടുവിടും. അവർ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയൊക്കെ പോയിരുന്ന സമയം മുതൽ തന്നെ യേശുക്രിസ്തുവിനോടൊരു പ്രത്യേകത തോന്നി. അവര് പിതാവിനെ കുറിച്ചും പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ തിരക്കാനുള്ളത്. അല്ലെ, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്. പക്ഷെ യേശുക്രിസ്തുവിനോടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വചനം കേട്ടു, പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇതുപോലെ എനിക്ക് യേശുവിനെ പറയണം എന്ന്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ നാമത്തെ പ്രതി ഒരു പ്രാർത്ഥിച്ചാണ്. കർത്താവ് ഒരു മരിച്ച ഒരു വ്യക്തിയായിരുന്നു, കൊച്ചു ജീവിച്ചു എന്ന് അവരാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. ഹാർട്ടിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ കൊച്ച് ഇങ്ങനെ രക്ഷപ്പെട്ട് കർത്താവ് ഉയർപ്പിച്ചു.
അതിനുശേഷം അവര് ആകെ മാനങ്ങ് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവരെന്നോട് ഫോണിൽ പറഞ്ഞ അതേ കാര്യം ഈ ശബ്ദം കർത്താവ് പിന്നീട് എന്നോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോ എന്നോട് സംസാരിച്ചു. തള്ളിക്കളഞ്ഞു, ആരും രക്ഷിക്കാൻ വരില്ല എന്ന് പറയുന്നു. പക്ഷെ പൗലോസ് കുടഞ്ഞു കളഞ്ഞതുപോലെ അതിനെ കുടഞ്ഞു കളക എന്ന് പറഞ്ഞു. അതങ്ങനെ കുടഞ്ഞു കളഞ്ഞു. പിന്നീട് ഒരു പ്രസംഗം ഇട്ട് ആ പ്രസംഗം കേട്ടോണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ശക്തമായി പ്രസംഗിക്കുന്ന സുവിശേഷമാണ് കേട്ടത്. ലോകസഭയിൽ ഇരുന്നപ്പോഴാണ്. അപ്പോഴും ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ സാക്ഷിയാണ് പറയുന്നത്, കർത്താവ് എനിക്ക് ഇതുപോലെ യേശുവിനെ പറയണം, എന്ത് തന്നെ യേശു ക്രിസ്തുവിനെ പറയണം. സംഘടനാ സഭയിൽ അത് സ്ഥാനപ്പെട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒരു തണുത്ത് മരവിച്ച ഒരു കൈ, ഐസ് ഫ്രിഡ്ജിൽ നിന്നൊരു കൈ വന്ന് എന്റെ കയ്യിൽ പിടിച്ചങ്ങനെ ഇരിക്കും. അതുപോലെ മരവിച്ചൊരു കൈ വന്ന് ഞാൻ കിടക്കുകയാണ്, കൈ ഇങ്ങനെ പിടിച്ചങ്ങ് ഉയർത്തി. എനിക്ക് ഞാൻ പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് പിടി കിട്ടിയില്ല. ഞാൻ നിലവിളിച്ച് കരഞ്ഞ്, അമ്മ മാത്രമല്ല ചെന്ന് അമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അമ്മ എന്നെ എടുത്ത് ചോദിക്കും. അത് 40 വയസ്സുള്ള സമയത്താ. എന്താ മക്കളെ നേട്ടു? ഞാൻ കാര്യം ഇത്രയും പ്രായമുള്ള ഞാൻ കണ്ടത് കരഞ്ഞപ്പോ അമ്മ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, അമ്മ യേശു എന്റെ കൈ പിടിച്ചങ്ങ് ഉയർത്തി. അത്രയും എനിക്ക് പിടി കിട്ടി. യേശുവാണ് പിടിച്ച് കരി കട്ടി എന്റെ കെട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ആ പ്രസംഗം കേട്ടപ്പോ തണുത്ത കൈ പിടിച്ചങ്ങ് ഉയർത്തി. അപ്പൊ ഞാൻ പുരോഹിതനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താ ചിന്തിച്ചത്? ഞാൻ പറഞ്ഞിട്ട് പ്രസംഗം കേട്ടപ്പോ യേശു ക്രിസ്തുവിനെ എനിക്ക് ഇതുപോലെ പ്രസംഗിക്കണം. ആ കർത്താവ് തന്നെ നിങ്ങളെ കരം പിടിച്ച് ഉയർത്തിയാണ്, പൊയ്ക്കോ സംസാരിച്ചോ എന്ന് പറഞ്ഞതാണ്. അന്ന് മുതൽ ഇതിങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ദൈവശബ്ദം കേട്ടത്. നല്ല മ്യൂസിക് ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ഇരുന്ന സമയത്തും ഹൃദയം വൈബ്രേറ്റ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. ആ ശബ്ദം നല്ല സ്ഫുടതയുള്ള, വ്യക്തതയുള്ള, നല്ല എത്ര തന്നെ ശബ്ദത്തിനിടയിൽ നമ്മൾ എന്തായാലും ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഇല്ലാത്ത ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ വചനവുമായിട്ട് ശരിയായി പോകുന്നു നോക്കുക. എല്ലാം വചനമായിട്ട് ആസ്പദമാക്കി ദൈവം സംസാരിക്കാറുള്ളൂ. ഇവിടെ പറഞ്ഞതും സിംഹം കരഞ്ഞിരിക്കുന്നു, നിലവിളിച്ചിരിക്കുന്നില്ല, ഗർജിച്ചിരിക്കുന്നു. ആ ഗർജനം കേൾക്കുമ്പോൾ ഹൃദയം വൈബ്രേറ്റ് ചെയ്യും. ആർ ഭയപ്പെടാതിരിക്കും? നമ്മുടെ ആവശ്യം ഇവിടെ എടുത്തതാണ്. പക്ഷെ അങ്ങനെ ഭയപ്പെടാതിരിക്കും. ഇപ്പൊ ദൈവശബ്ദം കേട്ടാൽ നമുക്കൊരു ഭയം ഉണ്ടാകും. പലരും വിളിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ദൈവം സംസാരിച്ചപ്പോൾ എനിക്ക് ഭയമായി, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, രാത്രിയിലായിരുന്നു. അത് ദൈവമല്ല സംസാരിക്കുന്നത്. ദൈവം സംസാരിച്ച സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, മയത്തിലാണ് സംസാരിക്കുന്നത്. ഒരു ടെൻഷനും പരാതി ഇല്ലെങ്കിൽ ഇപ്പം വിളിക്കും, സംസാരിക്കുക. അങ്ങനെ തന്നെയാണോ ചോദിക്കോട്ടെ, അടിയും വഴക്കും പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദമാണെങ്കിലും ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ചില ഒരു സ്നേഹം തോന്നും. ഓ കർത്താവേ, അത് ദൈവശബ്ദം എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഭയമല്ല വരുന്നത്, നമുക്കൊരു ഇന്റിമസിയാ വരുന്നത്. ദൈവമാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ ജനത്തോടല്ലാതെ എന്നോടല്ലേ സംസാരിച്ചത് കർത്താവേ എന്നൊരു സ്നേഹമുണ്ടാകും. ഓക്കെ, അപ്പൊ പൗലോസിന്റെ ശബ്ദം ഗർജനം പോലെയാണ്. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായം വായിച്ചു. പൗലോസൊക്കെ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ അംഗച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാ നമ്മളൊന്ന് പറഞ്ഞാലോ. അയ്യോ കാലം സംസാരിക്കുന്ന തല വാവുണ്ടല്ലേ, അതുണ്ടെങ്കിലല്ലേ സംസാരിക്കുള്ളൂ. വെട്ടിയും കളയാണ്. അവൻ എന്തായാലും നരകത്തിൽ തന്നെ പോകും. മറ്റുള്ളവർ തെറ്റിക്കണമെന്നില്ല. ഗലാത്യർ 5 പറയുന്നുണ്ട്, അംഗച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. അത്ര ശക്തമായ സംസാരിച്ചത്. അപ്പൊ ഒന്നാമത്തെ ജീവിയുടെ ഇപ്പോഴും നോക്കുക, വിശ്വാസത്തിൽ വിളിച്ച് വേർതിരിച്ചവരോട് ദൈവശബ്ദം, ഗർജിക്കുന്ന ദൈവശബ്ദത്തോടുകൂടെ പൗലോസ് സംസാരിച്ചു. അവരാണ് എങ്ങനെ കെട്ടിപ്പടുക്കണം, ആ വ്യക്തികളെ എങ്ങനെ ക്രിസ്തുവിൽ വളരണമെന്ന ദൈവ ഇഷ്ടമാണ്. സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാൻ. പെർഫെക്റ്റ് മാൻ ആര്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിമ പോലെ എന്നെ കർത്താവ് വളർത്തുന്നതിനാണ് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ ഒരു വീര്യം ഉണ്ടാവും. ഈ വീര്യം കിട്ടിയവർ അടങ്ങിയിരിക്കില്ല. ആദ്യം മുതൽ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചെടുത്ത്, അന്നൊക്കെ എനിക്ക് നല്ല പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് പോയി കേട്ടാ, അത് ചുമ്മയാണ്. മനുഷ്യർ കാലാകാലങ്ങളിൽ സഭയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദുരുപദേശമാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ചുമ്മാ ആരൊക്കെയോ ചാടുന്ന കണ്ട് ഞാനും കൂടെ ചാടി എന്നുള്ള അല്ലാതെ അത് ഇടയ്ക്ക് വെച്ച് പോയെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അല്ല. ആദ്യ സ്നേഹം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന വചനം. സ്നേഹം എന്താ? ദൈവം. അതാണ് പരിശുദ്ധാത്മാവ്. ആദ്യം ലഭിച്ച എരിവും ദാഹവും അവസാനത്തോളം ഉണ്ടാവും. എന്ത് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പാസ്റ്റർ പറഞ്ഞാലും വീട്ടുകാർ പറഞ്ഞാലും നാട്ടുകാർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇട്ടിട്ട് പോകില്ല. ആ ദൈവം വിളിച്ചവൻ വിശ്വസ്തൻ. നമ്മൾ എന്നെ വഴക്ക് പറയുന്ന പാസ്റ്ററയോ അല്ലെങ്കിൽ സഭാജനങ്ങളെ കണ്ടിട്ടല്ലല്ല കർത്താവ് എന്നെ വിളിച്ചത് എന്ന ബോധമുണ്ടെങ്കിൽ, ശരിയായ മന്ന കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് തോന്നണം. കർത്താവ് അവിടെ നിങ്ങൾ മാനിച്ചു വരുന്നു, ഇല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും ലെവലിൽ കർത്താവ് നിങ്ങളെ മാനിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വിചാരിക്കും, ഇങ്ങനെ ഒരു പീഡ വന്ന് പോയി,
എന്താണ് കൂടെ പറഞ്ഞുതരാം. അത് രണ്ടാമത്തെ ജീവി ലാസ്റ്റ് പഠിപ്പിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ സിംഹത്തിന്റെ ഗർജനം, ദൈവശബ്ദം കേട്ട് നമ്മൾ സഭയിലേക്ക് വന്നു. ആ ഇരുന്ന ജനങ്ങളെക്കാൾ അധികമായി യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു. വീര്യം വന്നപ്പോഴാണ് വീര്യം വർദ്ധിച്ചു. എന്റെ കൂട്ടുവിശ്വാസികളെല്ലാം മിണ്ടാതിരിക്കുമ്പോഴും ഞാൻ ട്രാക്റ്റുമായിട്ട് ഇറങ്ങിപ്പോകും, ദൈവവചനം സംസാരിക്കാൻ ഇറങ്ങിപ്പോകും. വീട്ടിലുള്ളവരെല്ലാം സുഖമാണോ വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വിളിക്കും, ഞാൻ സുവിശേഷം പറയാനായിട്ട് ഫോൺ വിളിക്കും. ഇത് വീര്യം, അകത്ത് വന്ന ആത്മാവ്, അതിൻ്റെ ഒരു അഭിഷേകമായിരിക്കാം, എന്താവട്ടെ, അത് കാണിക്കും. അങ്ങനെ തീഷ്ണമായി നിൽക്കുമ്പോൾ അടുത്തൊരു പരിശോധന വരുന്നതാണ് രണ്ടാമത്തെ ജീവി, കാള. കാള എന്താണ്? യാഗമൃഗം. എനിക്ക് ലഭിച്ച ഈ വിശ്വാസവും വിശ്വാസ പ്രകാരം ലഭിച്ച വീര്യവും ഞാൻ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയില്ല. പിശാചിന്റെ കോട്ടകളെ തകർക്കാനായിട്ട് ദൈവജനത്തെ അവൻ കൈയടക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ദൈവജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് വീര്യത്തോടുകൂടെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഞാൻ എന്ന ഭാവത്തിൽ വരികയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമോ എന്നറിയാൻ എന്നെ പരിശോധിക്കുകയാണ്, എന്നെ യാഗവസ്തുവാക്കും. കാള എന്റെ നാമനിമിത്തം സഹിച്ച്, അതിനകത്ത് പറയുന്നുണ്ട്, സഹിച്ച് നിൽക്കുന്നുവെങ്കിൽ അവസാനത്തോളം യാഗവസ്തു ആക്കിയാലും വിട്ടുപോകരുത്. കഠിന വാക്ക, എന്ത് വേഷം കൊണ്ടോ ജീവിതം കൊണ്ടോ വചനം കൊണ്ടോ പ്രശ്നം കൊണ്ടോ എന്തൊക്കെ കാര്യം കൊണ്ട് പറഞ്ഞാലും വചനപ്രകാരമാണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ഇത് മുഴുവൻ നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് കർത്താവ് പരീക്ഷിക്കുകയാണ്. ഇത് കഴിഞ്ഞ മുകളിലോട്ടുള്ളത്. ആദ്യത്തെ എരിവ് എല്ലാം തീക്ഷണത വന്നപ്പോ ഒന്ന് യാഗവസ്തു ആക്കിയത് എല്ലാവരും ചവിട്ടും, പഴിക്കും, ദൂഷിക്കും. കുലവും ഗോത്രവും വിദ്യാഭ്യാസവും വസ്ത്രരീതി ജീവിത രീതി എല്ലാം പറഞ്ഞ് അപമാനിക്കും. നിങ്ങൾ ആര് എന്ന് പറയും. മിണ്ടാൻ പോകരുത്. ഇതെല്ലാം എന്നെ കർത്താവ് പരിശോധിക്കുന്നതാണെന്നുള്ള മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. അത് ലഭിച്ചാൽ ഈ പരിഹസിക്കുന്നവരുടെ ഇടയിൽ കർത്താവ് നമ്മെ ഉയർത്തിക്കും. അവർ നോക്കുമ്പോഴത്തേക്ക് വസ്ത്രധാരണം പഴയതിലായിരിക്കും, വീട് പഴയത്, വരുന്നത് പോണതും എല്ലാം പഴയത്. പക്ഷെ ആത്മീക ലെവലിൽ അകത്തെ മനുഷ്യനെ ശക്തിയോടെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്റെ നേരെ വരുന്ന പ്രതികൂല അടുക്ക വരുമ്പോ തന്നെ അവന് വരാൻ തോന്നില്ല, ദൂരെ ഓടും. അവർ കാണുന്നത് മറ്റൊരു, അവരുടെ ഉള്ളിലെ പിശാചി കാണുന്നത് എന്റെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യന്റെ വളർച്ചയാണ് കാണുന്നത്. പക്ഷെ എന്റെ കൂട്ടുവിശ്വാസിയും പാസ്റ്റർ അല്ലെങ്കിൽ ബന്ധുക്കളെ ജനങ്ങളെ കാണാൻ യവനാ പണ്ടേ എനിക്കറിയാം, അല്ലെങ്കിൽ എവളാ പണ്ടേ എനിക്കറിയാം. ജഡീയ മനുഷ്യൻ ജഡത്തിൽ നോക്കുകയാണ്. അപ്പോഴും ആത്മീയ വളർച്ചയെ കണ്ടിട്ട് ചിലർ തിരിച്ചറിയും. അപ്പോൾ കർത്താവ് നമ്മെ യാഗമാക്കും. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോയ എല്ലാം ലാസ്റ്റ് പറയണ്ടല്ലേ, ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ വിശ്വാസത്താൽ വിളിച്ചു, എന്തോ കണ്ടിട്ടാണ് വന്നത്. ചിലര് വെറുതെ കയറി വന്നു. കണ്ടവൻ അവിടെ ഇരിക്കുമ്പോൾ ദൈവം അവന് മാത്രം, അവൻ എന്ന വാക്കിന് ഉപയോഗിക്കുന്നില്ല, ആ വ്യക്തിക്ക് മാത്രം വീര്യം അയച്ചു കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ്. ഈ ചാട്ടോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയണ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ വിചാരിക്കും, ഞാൻ മിണ്ടാതിരുന്ന അങ്ങനെ ഞാനും പറയാം, വെറുതെ എന്ന് പറയുന്നത്. അകത്ത് വന്നാൽ അതാണ് സംസാരിക്കുന്നത്. അത് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ പോവുള്ളൂ. ദൈവം ഒരു വ്യക്തിക്ക് ആത്മാവിനെ അയക്കുന്നത് ദൈവമാണ്. ദൈവം നമുക്ക് പ്രാപിക്കാം കൈവച്ച് പ്രാപിക്കാം, വീഴ്ച കാണാം, അത് ദൈവം സ്വീകരിക്കില്ല. ദൈവം ആത്മാവിനെ അയച്ചു കൊടുത്ത വ്യക്തിയാണ് പുത്രൻ. ആ ആത്മാവ് വഴി നടത്തും. ഈ പുത്രന് മാത്രമേ ദൈവം ആരാണെന്നും ദൈവത്തിന് മാത്രമേ ഈ പുത്രനെ അറിയാവൂ. ലോകരും നാട്ടുകാരും കൂടെയുള്ളവരും എല്ലാം ദൈവവിശ്വാസി, ദൈവത്തെ അറിയാം. അതാ പുത്രനായിരുന്നു പിതാവിനും, പിതാവായിരുന്നു പുത്രനും, പിന്നെയോ പുത്രൻ ആര്? നമ്മൾ. ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവർ അവർ മാത്രമേ അറിയുള്ളൂ. ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഇച്ഛിക്കുന്നവരെന്ന് ഞാൻ രണ്ടാമത് എടുക്കുന്ന കാര്യം, ഇച്ഛിക്കുന്നവരെന്ന് തീരുമാനിച്ചാ ദൈവത്തിന്റെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്, ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയില്ല എന്നല്ല. ആദ്യ സ്റ്റെപ്പ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഈ എല്ലാ ഇന്ദ്രിയവും അടച്ചിട്ടാണ് ദൈവവചനം കേൾക്കാൻ. അതാണ് ഇവിടെ ലാസ്റ്റ് പറയും, ക്ഷമ, പേഷ്യന്റ്. അത് ക്ഷമയോടെ ദൈവത്തിന്റെ വചനത്തിനായി കാതോർത്ത്, കാര്യം അതിനു മുമ്പുള്ള ജീവിതവും വചനത്തിന് വേണ്ടി ആയിരിക്കും. അങ്ങനെയുള്ളവരെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ക്ഷമയോടെ ഇരിക്കണം. അങ്ങനെ ക്ഷമയോടെ ഇരിക്കുമ്പോൾ ആത്മീക മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എടുത്തു ചാടി പ്രവർത്തിക്കുന്നു. പഴയതിലും അധികം കോപവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരില്ല. വളർച്ച അത് ക്രിസ്തുവിലുള്ള വളർച്ചയല്ല, ജഡപ്രകാരമുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോ വിശ്വസിച്ചവന് വീര്യം കൊടുക്കും. വീര്യത്തോടുകൂടെ വീര്യം കൊടുക്കുമ്പോൾ നമുക്ക്, ഞാൻ 3 പഠിപ്പിച്ചത്, 3 തന്നെ മിക്കവാറും നിൽക്കാം. ഇതൊക്കെ അന്ന് പഠിപ്പിക്കേണ്ടതാണ്.
അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എടുത്ത് തീർക്കാന്നാണ് വിചാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഈ 3 തന്നെ ഉണ്ട്. അതിലുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. 4 നമുക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഇതിനെല്ലാത്തിനും കൂടുതലുണ്ട്. അപ്പം ഒരു കാഴ്ച കണ്ട് ദൈവസഭയിലേക്ക് വന്ന ജനത്തെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. അവർ കണ്ട വിശ്വാസത്തിനനുസരിച്ച് സഭയിൽ വന്നിട്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുമ്പോൾ അവർ പ്രയോജനപ്പെടുമെന്ന് കാണുമ്പോൾ ദൈവമാണ് അയക്കുന്നത്. കൂട്ടത്തിൽ എല്ലാവർക്കും ഇല്ല. ദൈവം അയക്കുന്ന ഒരു വീര്യമുണ്ട്. ആ വീര്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ദൈവം നോക്കും. എന്റെ ആരോഗ്യത്തിന്, നന്മയ്ക്ക്, വസ്ത്രം വാങ്ങിക്കാൻ, കാറ് വാങ്ങിക്കാൻ, ബംഗ്ലാവ് വാങ്ങിക്കാൻ, വസ്തുക്കൾ വാങ്ങിക്കാൻ, അനുഗ്രഹം എല്ലാം ശരി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇൻക്ലൂഡ് ആണ്. എന്താ നന്മയും കാരണം എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, എല്ലാം നല്ല. പക്ഷെ ഇത് എന്തിനു വേണ്ടി തന്നു? ഇത് ലഭിച്ചത് കൊണ്ട് ദൈവത്തിന്, ചുരുക്കി പറഞ്ഞാൽ ദൈവം എന്നെ അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നു, സഭയെ വിളിച്ചു കൊണ്ടുവന്നു. ഇതിലുകൊണ്ട് ദൈവത്തിന് എന്ത് മഹത്വം? ദൈവത്തിനല്ല മഹത്വം. ഈ വൈക്കോൽ പന്ത് പോലെ വെറുതെ ചീർക്കുന്നതാണെങ്കിൽ അത് അവിടെ ഇരുന്ന് ദ്രവിച്ചു പോവേ ഉള്ളൂ. ദൈവം വളർത്തുന്നതായിരിക്കില്ല. അപ്പോൾ വിശ്വാസമുള്ള വ്യക്തിക്ക് വീര്യം നൽകുന്നതും ദൈവം. വീര്യം നൽകിയ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? ഞാൻ സാധാരണ ഇതിൽ അങ്ങനെയാണ് ചോദിക്കാനുള്ളത്. ആരും ചോദിക്കേണ്ടത് വിട്ടത് ഞാൻ പറഞ്ഞുതരാം. വീര്യം കൂടെ ലഭിച്ചാൽ അവൻ എന്തുണ്ടാവും? ഇല്ല, ഞാൻ ഭാരമുണ്ടാവും. ഭാരം എന്താണ്? എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ നാമം ദൂഷിക്കുന്ന തരത്തിൽ ഞാൻ ഇനി സംസാരിക്കില്ല, പറയില്ല, ജീവിക്കില്ല, കാണില്ല, കേൾക്കില്ല. ദൈവനാമം ദുഷിക്കപ്പെട്ടാലോ എന്ന ചിന്താഭാരം. അത് എന്ത് ഭാരം? സ്നേഹം. എല്ലാം സ്നേഹത്തിൽ ചെയ്യാനാണ്. ഇല്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അവിടെ ഇരിക്കുകയാണ്, ഒരു ശബ്ദമല്ല. എടുത്തു വെച്ച് കിളിക്കുമ്പോൾ മാത്രം ഭയങ്കര ശബ്ദം. അതുപോലെ വചനം കേൾക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, അത്ര തന്നെ തീർന്നു. ആ വചനത്തിന്റെ ജീവിതമില്ലായി. അത് ചിലമ്പ് മാത്രമാണ്. അപ്പോൾ ദൈവം എനിക്ക് നൽകിയ വിശ്വാസമാണ് വിളിച്ചു, വീര്യം തന്നു. എന്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് തന്നെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, സഭയെ പ്രാർത്ഥിച്ചു, നന്മ ലഭിച്ചു, അനുഗ്രഹം ലഭിച്ചു, എന്നെ എല്ലാം വളർത്തി. പക്ഷെ ഇതെന്ത് ഗുണം? ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും എന്റെ തന്നെ ആത്മീക വർധനവിനും എന്റെ ആത്മീക ജീവിതം കണ്ടിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ വിശ്വാസത്തിൽ വരാൻ തക്കവണ്ണം ഏതെങ്കിലും തരത്തിൽ ഞാൻ എന്റെ ജീവിതം കാഴ്ചവെച്ചുവോ എങ്കിൽ മാത്രം ഞാൻ ഭാരത്തോടുകൂടി ഇരിക്കുമ്പോൾ, നമ്മൾ രാവിലെ സംസാരിച്ചു, ഓരോന്നും ലഭിക്കുമ്പോൾ ക്രിസ്തയേശുവിനെ പോലെ താഴ്ന്ന് അല്ല ഞാൻ അല്ല, ദൈവം വളർത്തുന്നതല്ല, താഴ്ന്ന് പോകുന്നുവെങ്കിലേ മുകളിലേക്കുള്ളത് തരികയുള്ളൂ. ഒരു 100 കൊച്ചു കുട്ടികളോട് വിളിച്ചിട്ട് ഞാനാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലോകപ്രകാരമുള്ള വചനമല്ല പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും കാര്യം മനസ്സിലായ വ്യക്തിക്ക് ഞാൻ പിന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കുള്ളൂ. അഹങ്കാരം കാണിക്കുന്ന പറഞ്ഞു കൊടുക്കില്ല. അത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് അവ പരിജ്ഞാനം. പുരോഹിതന് ഇതെല്ലാം ഉണ്ടാവണം. പുരോഹിതൻ മീൻസ് പഠിപ്പിക്കുന്നവനും. കർത്താവ് യേശു ക്രിസ്തു ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് അവരെങ്ങനെയുള്ളവരാണെന്നുള്ള പരിജ്ഞാനവും എല്ലാം ഉണ്ട്. അവർക്ക് മാത്രമേ അതത് സമയത്ത് നൽകുള്ളൂ. നൽകുന്നതിലൂടെ ദൈവരാജ്യത്തിന് എന്ത് മേന്മ, ദൈവനാമം എത്രത്തോളം മഹത്വപ്പെടുത്തി എന്നെല്ലാം നോക്കി ഭയപ്പെട്ട് താഴ്മയോടെ ഇരിക്കുന്നെങ്കിൽ വീണ്ടും താഴ്ത്തുവാനാണ് കർത്താവ് ഇതെല്ലാം തരുന്നത്. ആ താഴ്ത്തുമ്പോഴാണ് ജനം വിട്ടുപോണത്. അവസാനം ചെറിയൊരു കൂട്ടരാവും. അപ്പോ വീര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷമയോടെ താഴ്മയോടെ ഇരുന്നവൻ ദൈവം വരിക്കും. ഇന്നലെ വരെ ജീവിച്ചതുപോലെ അല്ല. ഇനി അവൻ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനം അയച്ചു കൊടുക്കും. അത് എവിടെ കിടക്കുന്നു? ബൈബിളിൽ തന്നെ ഉണ്ട്. ഇന്നലെ ഒരു പുരോഹിതൻ എന്നെ വിളിച്ചു, കുറെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ബ്രദറെ, പിശാചിനെ വെച്ചത് ദൈവം തന്നെ. അയാൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്റെ യൂട്യൂബ് ചാനലൊക്കെ അയാൾ പറഞ്ഞത്, എന്റെ യൂട്യൂബ് കൊണ്ട് കയറി കണ്ടു നോക്കൂ. അതിനകത്ത് ഞാൻ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരെല്ലാം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ബ്രദർ, ഏതെന്താ തോട്ടത്തില് സാത്താനെ വെച്ചിട്ടല്ലേ? ദൈവത്തിന് അറിയില്ലേ സാത്താൻ അവിടെ ഉണ്ടെന്ന്? എന്നിട്ടല്ലേ ഇവിടെ ആദാമിനെ ഹവ്വയെ കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ ലോക സ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാണറക്കപ്പെട്ടത്. ഇവർ തെറ്റുവെന്നും തെറ്റിൽ പോകുന്നവന് വേണ്ടിയിട്ട് ഒരു യാഗം അന്നേ ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവം മുന്നമേ കണ്ടിട്ടല്ലേ? ഇതിന് ഒരു വിഷയം ഞാൻ അവിടെ എടുക്കാം. ലൂസിഫർ സ്വർഗത്തിൽ ചിന്തിച്ചപ്പോഴേ അവനറിയാം അവനിത് നടപ്പാക്കുന്നു. ഇനി അത് നടപ്പാക്കണമെങ്കിൽ അവിടെ ഇരുന്ന് പറ്റുമോ? ദൈവം അവനെ വെട്ടി താഴോട്ടാക്കിയതാ. നമ്മൾ പറഞ്ഞ് ശപിക്കപ്പെട്ടവെല്ലാം തന്നെ അവനെ ആദ്യം ദൈവം കൊണ്ടുവന്നത് തന്നെയാണ്. കാര്യം ജയിക്കണമെങ്കിൽ ശത്രു വേണം.
അതാ പറയുക, ഒരു സ്വർണം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ സ്വർണം തന്നെ നമ്മൾ ആരും എടുക്കല്ല, അതിനെ അടിച്ച് ലെവലാക്കി എടുക്കുമ്പോൾ പണിയുന്നവന്റെ മുഖം അതിൽ കാണുന്നത് വരെ അടിക്കും. മുഖം കാണുമ്പോൾ അതുവരെയും അവൻ താഴ്മയോടെ എളിമയോടെ ഈ കഠിന വർത്തമാനം എല്ലാം പറഞ്ഞാലും പരിഹസിക്കുന്നു, കളിയാക്കുന്നു, ഒറ്റപ്പെടുന്നു, എന്നെ തന്നെ മനഃപൂർവ്വം തന്നെ എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോവില്ല. അത് മുഴുവൻ ശോധന കഴിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് യാഗമൃഗമാക്കുകയാണ്. ആ യാഗമൃഗം പോലെ അവിടെ ഇരുന്നോ, ആരോടും പരാതി പറയാൻ പോകരുത്, ഒരുവനേ ഉള്ളൂ പറയുവാനായിട്ട്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ കർത്താവ് ഒരു ആശ്വാസം തരും. അത് പാസ്റ്ററെ എന്ന് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആശ്വാസമല്ല, കൂട്ടുവിശ്വാസിയുടെ ബന്ധുജനങ്ങളോട് പറയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമല്ല, കർത്താവ് തരുന്ന ആശ്വാസം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമയും സമാധാനവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പാസ്റ്റർ നമ്മുടെ കർത്താവിനോട് പറയുക. പ്രാർത്ഥനയ്ക്കായാലും പാസ്റ്ററെ എനിക്ക് ഇന്ന വിഷയം പ്രാർത്ഥിക്കുന്നവർ ഇങ്ങോട്ട് വിളിക്കരുത്. നിങ്ങളെ മറ്റൊരു ക്രിസ്തു ആക്കുവാനാ കർത്താവ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഒരു യോഗ്യതയുമില്ലാത്ത എങ്ങനെയെങ്കിലും ജീവിച്ച നിങ്ങളെ കർത്താവ് എടുത്തിട്ട് നിങ്ങളിലൂടെ കർത്താവിന് ലോകത്ത് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ വിളിച്ചിരിക്കുമ്പോ പാസ്റ്ററെ എന്ത് കർത്താവ് വിളിച്ചതിന്റെ ഉദ്ദേശം മാറിപ്പോവില്ലേ? അങ്ങനെ ദൈവം നിങ്ങളിലൂടെ ദൈവമഹത്വം കൊടുക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ പത്രം അനേകർ വരും. അല്ല, നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പാസ്റ്റർ എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണിലൂടെ ഞാൻ ആ പാസ്റ്റർ വിളിച്ചുള്ള ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇതാ പൗലോസ് പറഞ്ഞ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. അവനൊരു ക്രിസ്തുവിനെ പരിചയപ്പെട്ടു. മറ്റു 11 കണ്ടതിലെന്താ ക്രിസ്തുവിനല്ല അവൻ കണ്ടത്. അതുകൊണ്ട് അവൻ ശക്തമായി സംസാരിച്ചത്. അത് അങ്ങനെ തന്നെ പ്രസവിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വീര്യത്തോടുകൂടി ലഭിച്ച സ്റ്റെപ്പ് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നാമത് വിശ്വാസം. ഞാൻ ഒന്നുകൂടെ പഠിപ്പിച്ചു തരാണ്. ഒന്നാമത് വിശ്വാസം. നമ്മളെല്ലാം വിശ്വാസത്തിന്റെ ഗണത്തിൽ മാത്രം ഇപ്പൊ കണക്കാക്കുക. സ്നാനപ്പെട്ട് നമ്മൾ സഭയിൽ വന്നു, എന്തോ ഒരു വിശ്വാസം, മറ്റുള്ള വിശ്വാസമായിട്ട് വന്നു. ഈ വിശ്വാസം കൊണ്ട് എനിക്ക് ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ അപ്പോഴും ഞാൻ എളിമയോടെ, താഴ്മയോടെ, മറ്റുള്ളവരിൽ കേമനല്ല, ഞാൻ എളിമ. ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല, പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ തന്നത് ദൈവത്തിനായി ജീവിക്കാം. എന്റെ ആയുസ് നിലനിർത്തിയിരിക്കുന്നത്, എനിക്ക് കുറച്ച് ദൈവിക വചനം വെളിപ്പെടുത്തി തന്നത് എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകാനായിട്ട്. താഴ്മയോടെ ഇരുന്നാൽ അവർക്ക് മാത്രം നൽകുന്നതാണ് വീര്യം. അതാ ഞാൻ പറഞ്ഞത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന ആ പരിമിതിയിൽ നിൽക്കുമ്പോൾ ദൈവം കണക്കിടുകയും അവന് കൊടുക്കുകയും ചെയ്യും. അവനും ദൈവവും മാത്രമാണ്. പിന്നെ ഞാൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. വീര്യം, ആ വീര്യം നൽകിയവൻ മിസ്യൂസ് ചെയ്തില്ല എങ്കിൽ, നമ്മളും അങ്ങനെയാണ്. നമ്മളൊരു വ്യക്തിയെ വിളിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് തന്നെ പാരവയ്ക്കും, നമ്മൾ പിന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ല. ഈ ആശാമാരുടെ കാര്യം, മർമ്മവും ഒക്കെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ആദ്യം കുറെ കാലം ചവിട്ടിക്കും, ആര് ക്ഷമയോടെ നിൽക്കുമെന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നതനുസരിച്ച് ആശാന്റെ കുടുംബത്തിൽ തന്നെ തകർക്കാൻ ശ്രമിച്ചാൽ പഠിപ്പിച്ചു കൊടുക്കില്ല. എത്ര കേട്ടാലും ക്ഷമയോടെ ഇരിക്കും. ഒന്നും അറിയില്ല എന്ന രീതിക്ക് നിൽക്കുന്നവരെ അടുത്തത് കൊടുക്കുള്ളൂ. അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ വിശ്വാസം നൽകി, വിശ്വാസത്തോടൊപ്പം നമുക്ക് കുറെ നൽകി. എന്തിനു വേണ്ടി എന്ന് നോക്കി ദൈവം പിന്നീട് അവന് വീര്യം നൽകും. വീര്യവും കൂടെ നൽകുമ്പോൾ അവൻ ഈ വീര്യം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് ദൈവം നോക്കിയിട്ട് അവൻ ഇനി മറ്റുള്ള മുമ്പിൽ, അപ്പം വീര്യം വരുമ്പോഴത്തേക്ക് എന്താവും? യാഗമൃഗമാവും, പരിഹാസം ഉണ്ടാവും, എല്ലാവരും ഒറ്റപ്പെടുത്തും. എന്നിട്ടും വിട്ടുപോകാതെ ക്ഷമയോടെ ദൈവത്തോട് മാത്രം പറഞ്ഞു പോകുന്ന സമയത്ത് ദൈവം ഇനി അവൻ അങ്ങനെ എല്ലാവരും കളിയാക്കണ്ട, അവരെക്കാൾ ഒരു ശ്രേഷ്ഠമായ രീതിയിൽ അവന് ചെറിയ പരിജ്ഞാനം കൊടുക്കാം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് എഴുതി പറഞ്ഞത് യേശു ക്രിസ്തു അല്ലേ എന്ന് പറഞ്ഞ് ഇന്ന് വരെ എടുത്തല്ല. അവൻ പരിജ്ഞാനം നൽകുമ്പോൾ, കർത്താവേ അവിടെ നാമം പറഞ്ഞിട്ടില്ലല്ലോ, നാമം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ പറഞ്ഞ് 2:38 പരിജ്ഞാനം ലഭിച്ചു. പരിജ്ഞാനം ലഭിക്കുമ്പോഴത്തേക്ക് അവൻ തിരിച്ചറിഞ്ഞു. അപ്പൊ വീണ്ടും കളിയാക്കും. ഇനി ഈ അവസാനം വരെ പഴി ദൂഷി നിന്ന പരിഹാസമാണ്, ഏറ്റവും അവസാനം വരെ. അപ്പൊ പരിജ്ഞാനം നൽകുമ്പോഴത്തേക്ക് ദൈവം അടുത്ത സ്റ്റെപ്പ് പരിശോധിക്കും. ലഭിച്ച പരിജ്ഞാനം കൊണ്ടും അവൻ താൻ എന്നൊരു ഭാവം വരുന്നു, മറ്റുള്ളവരുടെ നിഗളം കാണിക്കുന്നു, എനിക്കിത് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് പ്രേരിതമായി വരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യുന്നത്? പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സുവിശേഷം ചെയ്യണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ സുവിശേഷം ചെയ്യാം. കാര്യം സമ്പത്തൊക്കെ സ്വത്തുവകൾ, നിങ്ങളൊരു സ്വർഗത്തിന്റെ മുത്ത് കണ്ടെത്തിയാൽ തനിക്കുള്ളതല്ലേ വിറ്റിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വത്തുവകൾ വിറ്റത് ആദ്യം കാണും. അതല്ല, അവനെ തന്നെ വിറ്റു, ക്രിസ്തുവിന് വിറ്റു. ഇതാണ് വെളിപ്പാട് പുസ്തകം 3 പറയുന്നത്. ഇനി കണ്ണിൽ എഴുതാൻ ലേപനം എന്നോട് വിലയ്ക്ക് വാങ്ങുവിൻ. വില ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് വിൽക്കണം. പിന്നെ എന്റേതെല്ലാം ക്രിസ്തുവിനാണ്. ആ ദൈവ സ്നേഹത്തിൽ സുവിശേഷത്തിനായിട്ട് ഈ സുവിശേഷം സ്പ്രെഡാവുന്നതിന് നമുക്ക് തന്നെ ചെയ്യാം.
ഓക്കെ. അപ്പൊ ഈ ലഭിച്ചത് എന്തിനെന്ന് നോക്കിയാൽ പരിജ്ഞാനം കൂടെ നൽകും. ഈ പരിജ്ഞാനം നൽകുമ്പോഴും ദൈവം അടുത്തതും ശ്രദ്ധിക്കും. ഈ ഞാൻ പറഞ്ഞില്ല, കുറെ കുട്ടികളെ വിളിച്ചിരുന്നിട്ട് ഞാൻ കുറച്ച് കാര്യം പഠിപ്പിക്കുമ്പോൾ ഞാനൊരു മന്ദബുദ്ധിയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പോകില്ല. ശരിയായ വ്യക്തി, ഇതെല്ലാം ഉള്ള വ്യക്തിയാണെങ്കിൽ ഓരോരുത്തരെയും വാച്ച് ചെയ്യും. ഇതുവരെ ലഭിച്ചത് കൊണ്ട് സ്വർഗരാജ്യത്തിന് എന്ത് നന്മയുണ്ടായി. ആ കുളക്കടവിൽ കിടന്നപ്പോ ആയിരക്കണക്കിന് രോഗികൾ കിടന്നു. യേശു വന്നപ്പോ ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ സൗഖ്യമാക്കും, യഹോവ റാഫ. യേശുവിനെ എല്ലാവരെയും സൗഖ്യമാക്കിയ പോലെ. ആരെ സൗഖ്യമാക്കിയാൽ ദൈവനാമ മഹത്വം ഉണ്ടാകുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് ഒരുവനെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ. ബുദ്ധിപരമായിട്ടാണെങ്കിൽ 28 വർഷം അവിടെ കിടന്നവനാണ്, അവന് സൗഖ്യമാകണമെങ്കിൽ ദൂതം വന്ന് കലക്കുമ്പോ ഒന്ന് അവിടെ കിടന്ന് ഉരുണ്ടാ പോരെ. ഞാൻ ഇറങ്ങാൻ പോകുമ്പോ വേറൊരാളൊന്ന് ഇറങ്ങുന്നു, യവൻ സ്ഥിരം അവിടെ കിടക്കുകയില്ലേ, മറ്റൊരു ഇടയ്ക്ക് വരുന്നവരല്ലേ. അപ്പൊ നമ്മൾ ബുദ്ധി അവനൊന്ന് ഉരുണ്ടാ പോരെ, ചെന്ന് വിടാല്ല. അല്ലെങ്കിൽ അതിന്റെ പഠിക്കലിരുന്ന 28 വർഷമല്ലേ. അങ്ങനെ നോക്കി അപമാനിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ നിന്ന് ദൈവം ആ ഭോഷമായതിനെ തെരഞ്ഞെടുത്തു. അവൻ മാത്രമേ ദൈവത്തിന് മഹത്വം കൊടുക്കൂ. നമ്മളത് ഈ സഭയിലുള്ളവർ നോക്കും, നമ്മുടെയൊക്കെ ലോകത്ത്, നമ്മുടെയൊക്കെ സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ ഇടയിൽ നമ്മളെക്കാൾ യോഗ്യതയുള്ള എത്രയോ വലിയ ആൾക്കാരുണ്ട്. എല്ലാ തരത്തിലും വിദ്യാഭ്യാസം കൊണ്ടും യോഗ്യത കൊണ്ടും സാമ്പത്തികം കൊണ്ടും എല്ലാ നിലയിലും. എന്തു ഫലം? ദൈവത്തിനൊരു ഫലവുമില്ല. അവർ വേറെ വഴിയായി പോകുന്നവരാണ്. അപ്പോ നമ്മളെ ദൈവം പരിശോധിക്കും. ഓരോന്നും നൽകുമ്പോഴും പരിശോധിച്ച് അതിൽ നിലനിന്ന് എന്താ ഭാരം, ജീവിത ഭാരമല്ല, ദൈവനാമം ദുഷിക്കപ്പെട്ടാവലോ എന്ന ആ ദൈവ സ്നേഹത്താലുള്ള ആ ഭാരത്തിൽ താഴ്ന്നിരിക്കുന്നവന് മാത്രമേ ദൈവം അടുത്ത് നൽകുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ നിലയ്ക്കും. അപ്പോഴും ഈ ഇടയ്ക്ക് വെച്ച് പോകുന്ന ഒരു വ്യക്തിക്കും ദൈവം ആദ്യം മുതലേ പരിശുദ്ധാത്മാവ് നൽകിയിട്ടില്ല. വിഷമം വിചാരിക്കരുത്. ഇന്നുവരെ നമ്മൾ ഈ ഒരു പരിപൂർണ മനുഷ്യന്റെ വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിട്ട് 6-7 വർഷമായി. ഇതുവരെയും അങ്ങനെ ആയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് മുദ്ര ഏറ്റിട്ടില്ല. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. മുദ്ര ഏറ്റാൽ അവസാന നാൾ വരെ ഉണ്ടാവും. അങ്ങനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതും നമ്മളിൽ നിന്നും മരിപ്പിക്കാനാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ മരണം നിശ്ചയം. അതാ പ്രാർത്ഥന പറഞ്ഞ മോശ, ദൈവം സംസാരിക്കുമ്പോൾ ഇടിമുഴക്കം, അത് മരണമാകുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമാണ് ലോകം മുഴുവനും. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവശബ്ദം കേട്ടാൽ അവൻ മരിക്കണം. എന്തിൽ നിന്ന് മരിക്കണം? ലോകത്തിൽ നിന്ന്, അവന്റെ ഇഷ്ടപ്രകാരം ലോകപ്രകാരമുള്ള എല്ലാറ്റിൽ നിന്നും മരിച്ച് കുഴിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ വന്ന് പിന്നെ ഒരുങ്ങിയാലേ കർത്താവിന് അവനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ ദൈവശബ്ദം, ശരിയായ വചനം അല്ലെങ്കിൽ വെളിപ്പാട് കേട്ടാൽ ഒരു വ്യക്തി പാപസംബന്ധമായി മരിക്കണം എന്നത് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. നമ്മൾ ജീവൻ വന്ന് പൂർണ്ണ വളർച്ച എത്തിയെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ദൈവഹിത പ്രകാരം സഭയിൽ വരുന്നത് എന്നിലുള്ള കുറവുകളെ ദൈവവചന പ്രകാരം വെളിപ്പെടുത്തി തന്ന് അതിനെ മരിപ്പിച്ചിട്ട് ഇന്ന് കേട്ട വിശ്വാസം നമുക്കുണ്ട്. ഇതിനോട് വിളക്കി ചേർക്കുക എന്നാണ് അത്. വിളക്കി ചേർക്കുന്ന അറിയാലോ, ഉരുകി ചേർക്കുക. വേറെ വേറെ കളറാണ്, ഇതൊക്കെ ഞാൻ കളർ നിറങ്ങൾ പഠിപ്പിക്കാം. വേറെ വേറെ നിറമാണെങ്കിലും ഇതിനോട് വിളക്കി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടും, വേറൊരു കളർ കിട്ടും. ഈ ലാസ്റ്റ് ഇപ്പോൾ ഒരു കളറിൽ നിൽക്കും. മാലിപ്പുറത്ത് എടുത്തായിരുന്നു അവര്, ഇല്ല കളറിന്റെ കാര്യം എടുത്തില്ല. ഓക്കെ. അപ്പൊ ഈ വീര്യം വിശ്വാസത്തോടുകൂടെ വിളക്കി ചേർക്കണം. വേർപിരിക്കാൻ കഴിയാത്ത തരത്തിൽ പിന്നെ ഉരുകിച്ചേരുകയാണ്. ഈ സ്വർണത്തിന്റെ പണിക്കാരെ കണ്ടിട്ടില്ല, നമ്മൾ ഈ ഒക്കെ ഉരുക്കുന്നത് പോലെ ആ ഉരുക്കിയിട്ട് പിന്നെ അതുമായി ചേർന്ന് ഒന്നായി കഴിയും. പിന്നെ അത് വേർപെടുത്താൻ കഴിയില്ല. ആർക്ക് മാത്രം? വിശ്വാസം ഉണ്ടായിരുന്നവർക്ക് ദൈവം വീര്യം നൽകുന്നു എങ്കിൽ ആ വീര്യം നഷ്ടപ്പെടുത്തില്ല എന്ന് കാണുന്നവന് മാത്രമേ കൊടുക്കൂ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വീര്യോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ട്രാക്ക് കൊടുക്കാൻ പോകുന്നു, സുവിശേഷം അറിയിക്കാൻ പോകുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, ഇത് കണ്ടിട്ട് കൂടെ പോകുന്നവരുടെ കാര്യമല്ല. ഈ ഓടുന്ന വ്യക്തി പോലും അവരറിയാതിരിക്കെ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ആത്മാവ്, അവരെപ്പോഴും മഹത്വം ദൈവത്തിന് കൊടുക്കും. അവരാരെടുത്ത് വിളിച്ച് പറയും, നിങ്ങളോട് പറയണമെന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് ദൈവം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വെറുതെ വരൂല്ലേ. സ്വർഗീയ ദാനങ്ങളാണ് ഇതെല്ലാം, കൃപാവരങ്ങളല്ല, ദാനം, സ്വർഗീയ ദാനം. ഈ ദാനം നൽകിയിട്ട് ഇടയ്ക്ക് വെച്ച് അതിന്റെ ജീവിതം എന്നിൽ നിന്നില്ല, അതിൽ നിന്ന് ദൈവത്തിന് മഹത്വം പോകുന്നില്ല എങ്കിൽ വിചാരിച്ചോളണം, ലഭിച്ചു എന്ന് പറയുന്നത് വെറും ഒരു വാക്കാണ്, ദൈവം കൊടുക്കില്ല. അപ്പൊ ഇതുമായി വിളക്കി ചേർക്കണം. വിശ്വാസവും വീര്യവും തമ്മിൽ വിളക്കി ചേർത്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാണ്. ഒരു മനുഷ്യൻ ബേസിക് വിശ്വാസം. പുതിയ നിയമസഭ തുടങ്ങിയത് വിശ്വാസത്തിലാണ്. അപ്പോസ്തലർ 14:31
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. വിശ്വാസം, ആ ബേസിൽ നിന്ന്, ഇതിൽ നിന്ന് പൂർണ്ണമായ തോതിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എനിക്ക് എന്റെ ഹൃദയത്തിൽ അത് കിട്ടുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതോട് പറഞ്ഞ കർത്താവേ, ഇപ്പോ ലോകപ്രകാരം എന്ന് പറയാം, എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. വിവാഹം കഴിഞ്ഞ് കുറേ കാലം ഞാൻ ജീവിക്കുകയാണ്. ഭാര്യ ഞാനും കൂടെ എപ്പോഴും പറയും, ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വളർത്താം, ഇങ്ങനെ വളർത്താം, ആ പേരിടാം, അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം, ആ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം, അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിലൊക്കെ വളർത്താം എന്നെല്ലാം ആഗ്രഹിച്ച് വർഷങ്ങളോളം പോയി കഴിയുമ്പോഴത്തേക്ക് വിചാരിക്കുന്നത്, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? ആ ശരി. അപ്പൊ ദത്തെടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ പരിപൂർണ വളർച്ചയെക്കുറിച്ച് എൻ്റെ ഉള്ളിലൊരു ചിത്രമുണ്ട്. നമുക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, മോശയെ കുറിച്ചുള്ള പ്രബോധനം, അതിനകത്ത് അത് പറഞ്ഞത്. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ദത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കുഞ്ഞിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു വളർച്ച എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, നല്ലത് മാത്രമായിട്ട് കണ്ടുകൊണ്ട്. ആ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ എടുത്തു തരും, ഒരു കുഞ്ഞിനല്ല, ഒരു കൂട്ടം കുഞ്ഞ്. അപ്പൊ എല്ലാവരെയും അങ്ങനെ തന്നെ വളർത്തിയെടുക്കണം. ഇതിനിടയിൽ വിരൽ പിടിച്ച അഞ്ചാറുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം വഴിതെറ്റി പോകും. എന്നാലും നേരെ വഴിക്കാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും വരുമ്പോൾ, എഫേസ്യ ലേഖനം 4:6 നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിക്കാനും ഭൂമിയിലെ കാര്യമാണ്. നന്മയുണ്ടാകാനും ഭൂമിയിൽ അനുഗ്രഹം ദീർഘായുസ്സോടെ ഇരിക്കാനും അമ്മയപ്പന്മാരെ ബഹുമാനിക്കുവിൻ, അനുസരിക്കുവിൻ. ഇതൊരു വിശ്വാസമാണ്. ആ ബേസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന്റെ പൂർണ്ണ വളർച്ചയുണ്ട്. അതാണ് കർത്താവ് യേശു ക്രിസ്തു. ഈ മനുഷ്യനെ പണിയാണ്, ചിതറിക്കിടന്ന കല്ലുകളാണ് നമ്മൾ ലോകത്ത്. ഇത് പഠിപ്പിച്ചവരോട് പഠിപ്പിക്കാനുണ്ട്. അബ്രഹാമിനോട് നോക്കി പറഞ്ഞില്ലേ, ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് അവിടെ കിടന്ന പാറ കഷ്ണമല്ല, യേശു ക്രിസ്തുവാണ് പാറ. ആ പാറയുടെ ഒരു ഭാഗമാണ് ഞാൻ. ഈ ചിതറിക്കിടന്ന കല്ല് എന്നിൽ നിന്ന് ദൈവത്തിന് മക്കളെ ഇപ്പൊ ഒഴിവാക്കുകയാണ്. ഇപ്പൊ നമ്മൾ പുത്രിയാണ്, പുത്രനെ ബൈബിളുള്ളൂ, പുത്രിയാണ് പുത്രനുമാണ്. അതായത് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പുത്രനോ പുത്രിയായിരിക്കും. പക്ഷെ ഇതിനെ ആരാക്കണം? അതിനെ ഒരു വിവാഹം കഴിപ്പിക്കണം, ഒരു മണവാട്ടിയാക്കണം. അപ്പൊ വചനം കേട്ട ആത്മാവ് വഴി നടത്തുന്ന ആദ്യ ഘട്ടങ്ങളിലാണ് പുത്രി അല്ലെങ്കിൽ പുത്രൻ. പാല് കൊടുത്ത് വളർച്ച പ്രാപിക്കുമ്പോൾ, വിവാഹപ്രായമാകുമ്പോൾ മറ്റൊരുവനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ആ സ്ത്രീക്ക് ഇവിടെ വളർന്നതായ തൻ്റെതായ ഒരു വചനപ്രകാരം പറയാണ്, ലോകപ്രകാരം നിങ്ങളെടുത്ത ശത്രുതനുണ്ടാവും. പിന്നെ ആ സ്ത്രീക്ക് തൻ്റെതായ ഒരു ആഗ്രഹമോ ഇഷ്ടമോ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ഒന്നുമില്ല. അവളെ തന്നെ ക്രിസ്തുവിന് വിറ്റു. വിവാഹ സമയമാകുമ്പോഴാണ്, ഈ വിവാഹത്തിന് വരുമ്പോൾ പെൺകുട്ടി തലയിൽ മൂടുപട ഇടും. മൂടുപട ഇട്ടുകൊണ്ട് വന്നിട്ട് വിവാഹം നടന്ന് കരം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഒന്നിപ്പിച്ച ശേഷം മണവാളനാണ് ആ മണവാട്ടിയുടെ മൂടുപടം മാറ്റി കൊടുക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ ഇവിടെ വിവാഹത്തിന് ചെയ്തില്ല. യഹൂദന്മാരുടെ വിവാഹത്തിന് പിന്നീട് അവളുടെ ഷാൾ ഉണ്ടായി. ആ ഷാളാണ് ഇവിടെ ലോകപ്രകാരം കഴുത്തിച്ചിട്ടാനുള്ളതാണ് ഷാൾ തന്നെ, അതൊന്നുമല്ല. ആ ഷാള് എടുത്ത് ഈ സ്ത്രീ തന്റെ പുരുഷന്റെ തോളിൽ വെക്കും. എന്ന് വെച്ചാൽ അത് കാണിക്കുന്നത്, ഇനി ഞാനല്ല എന്റെ കണ്ണടത്, ഇനി എന്റെ കണ്ണ് ഭർത്താവിന്റെ കണ്ണ്. യേശു ക്രിസ്തുവിനെ കണ്ടാൽ മതി. ഭർത്താവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ഭാര്യമാർക്ക് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ അങ്ങനെ കാണുക, അങ്ങനെയാണ് പഠിപ്പിക്കുക. അതായത് എഫേസ്യർ ഭാര്യ തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ, ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ, ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് അവർ തങ്ങളിൽ പരിചയപ്പെട്ട് സംസാരിച്ച് കഴിയുമ്പോൾ, ഇനി എന്നെ വഴി നടത്താൻ ഇവൻ പ്രാപ്തനാണ്. ചൂസിങ് ഓഫ് ദ ബ്രൈഡ് ഒരു വചനമുണ്ട്, മണവാട്ടിയെ തെരഞ്ഞെടുക്കുന്ന മെസ്സേജ് ഉണ്ട്. അതിനകത്ത് പറയുന്നത്, ആ പെൺകുട്ടിയെ നയിക്കാൻ, ഇനിയുള്ള കാലത്ത് നയിക്കുവാനും കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തി പരിപാലിക്കാനും ഇവൻ യോഗ്യനെന്ന് കണ്ടാൽ പിന്നെ ഈ പെൺകുട്ടി അവന് വിൽക്കുകയാണ്. വിൽക്കുന്ന ലോകപ്രകാരമല്ല, ഇനി എന്റേതല്ല കാഴ്ചയും സംസാരവും ജീവനും പ്രവൃത്തിയും ഒന്നും, ഇത് മുഴുവൻ ഞാൻ വെറും ശരീരം. ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരത്തിന് കഴുത്തുണ്ടായിരിക്കണം. കഴുത്താണ് ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുക്രിസ്തു തലയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പൊ തലയിൽ നിന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച, ഹോളി ഗോസ്റ്റ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ശരീരത്തിൽ അതിന്റെ തന്നെ പ്രവൃത്തിയാവും. ദൈവത്തിന്റെ ഹിതമായി ഞാൻ മണവാട്ടിയാണെന്ന് പറഞ്ഞിട്ട് തലയുടെ ഇഷ്ടപ്രകാരം അല്ലാതെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ശരീരം സഭ അല്ല, പരിശുദ്ധാത്മാവില്ലാത്ത സഭയാണ്.
തലയുടെ ഇഷ്ടം കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. വാക്കിനാലോ ക്രിയയാലോ മരണാടക ശുശ്രൂഷ, സ്നാനവും വിവാഹ ശുശ്രൂഷ എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരെല്ലാം ദൈവസഭ എന്ന് പറഞ്ഞാൽ തലയുമായി ബന്ധിച്ചിട്ടില്ല. ബന്ധിപ്പിക്കുന്നതിന് ഇടയ്ക്കൊരു കഴുത്ത് എന്ന ഹോളി ഗോസ്റ്റ് ലഭിച്ചിട്ടില്ല. തലയിലെ ചിന്ത നേരെ ശരീരത്തിൽ വന്ന കൈ ഇങ്ങോട്ട് പോകാനാണ് പറഞ്ഞാൽ ഇപ്പുറത്തോട്ട് പോകുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ ലഭിച്ചിട്ടില്ല. തലയുടെ ചിന്ത ശരീരത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള ഒരു കൈവഴി ലഭിച്ചിട്ടില്ല. അതാണ് സഭകൾ. അപ്പൊ ഒരു കുട്ടിയെ 5 മിനിറ്റ് കൂടെ, ഒരു കുട്ടിയെ എടുത്ത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും പരമോന്നതമായ കാഴ്ച എന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. ആ കുട്ടി വളർന്നു വരുമ്പോൾ എന്റെ എക്സ്ട്രീം ഉദ്ദേശം വിവാഹം കഴിപ്പിക്കുക, കർത്താവ് നാമുമായി ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടണം. ഇതാണ് കർത്താവ് നമ്മൾ വിളിച്ചത്. ഇനി ഞാൻ എങ്ങനെ വളരണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കേണ്ടതാണ് പറയുന്നത്. തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. അതൊരു ബഹുമാനമാണ്. യേശു എന്നെ വിളിച്ച, ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഇരിക്കുമ്പോൾ എത്രത്തോളം ദാഹത്തിലാണ്. അപ്പൊ ആ കുഞ്ഞത് തിരിച്ചറിഞ്ഞാൽ എന്റെ യജമാനൻ എന്നെ എടുത്തുവെങ്കിൽ വളർത്താൻ പ്രാപ്തനാണ്, ഞാൻ അത് ഡിപ്പെൻഡ് ആകാമെന്ന് പറഞ്ഞാൽ സകല സത്യത്തിലും വഴി നടത്തും. അത് ഞാൻ ആഗ്രഹിക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഐ സറണ്ടർ ആൾ. അപ്പോഴും എന്റെ എക്സ്ട്രീം ഉദ്ദേശം ആ വ്യക്തിയെ വലുതാക്കി ഒരു വിവാഹം കഴിപ്പിച്ചുകൊടുക്കുക, പിന്നെ അവരായി. അതുപോലെ കർത്താവ് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി ആരാണോ എന്റെ കർത്താവിന്റെ സൃഷ്ടികർത്താവിന്റെ ഇച്ഛപ്രകാരം വളരുന്നത്, ആ വളർച്ചയുടെ ഘട്ടമാണിത്. നമ്മൾ നിർത്താൻ പോകുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വിശ്വാസം, ഇത് 3 മാത്രം പറയാം. വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുന്നവർക്ക് മാത്രമേ വീര്യം ലഭിച്ചിട്ടുള്ളൂ. വീര്യം ലഭിക്കുമ്പോൾ താഴ്മയോടെ എളിമയോടെ, നമ്മുടെ 1-ാമത്തെ മുദ്രയിൽ 1-ാമത്തെ പുസ്തകത്തിന്റെ പേരെന്നറിയാമോ? എളിമയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ദൈവം തന്നെ എളിമയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ്. യേശു വന്നപ്പോ എളിമ ഉണ്ടായിരുന്ന കണക്ട് ചെയ്ത സ്ത്രീ കൃത്യമായി കുരുടരും മറ്റവരെല്ലാം സ്വയം നിഗളികളായിരുന്നു, കൊടുത്തില്ല. അപ്പോ ഇനിയിപ്പോ ഈ പരിജ്ഞാനം ഒരു പക്ഷേ നമ്മൾ നിന്ന് അല്പം നഷ്ടപ്പെട്ടു പോയെന്നല്ല, അല്പം ചോർന്നു പോയാൽ എന്ത് ചെയ്യണം? ഈ ചോർന്നു പോയാൽ ഞാൻ താഴത്തെ സ്റ്റെപ്പിൽ ഇറങ്ങി വരണം. ഇവിടെ നിന്നുകൊണ്ട് പരിജ്ഞാനം പ്രാപിച്ച് മുകളിൽ പോകാൻ ആഗ്രഹം. ദൈവം ഇഷ്ടം അങ്ങനെയല്ല, കർത്താവിന്റെ ഇഷ്ടം അങ്ങനെയല്ല. ഞാൻ എളിമ ധരിക്കണം, വീണ്ടും താഴെ പോകണം. താഴെ വന്ന് ഈ വീര്യത്തോടുകൂടെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ദൈവം വീണ്ടും അനുഗ്രഹങ്ങൾ തരും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. ആത്മീയ വളർച്ചയിൽ ദൈവം വളർത്തും. താഴെ വന്ന് വീര്യം പ്രാപിക്കുമ്പോൾ പഴയ നിഗളത്തനം കാണിക്കാതെ എളിമയിൽ ഇരുന്നാൽ അടുത്ത് പിന്നെ പരിജ്ഞാനം നൽകും. അത് ഈ സ്റ്റെപ്പിന്റെ ഏത് ഘട്ടത്തിൽ നമ്മൾ ഇല്ലെങ്കിലോ അതിന് തൊട്ട് താഴെ വന്ന് അതിൽ പൂർണ്ണത പ്രാപിച്ചിട്ട് മാത്രമേ മുകളിലെത്തതിൽ പോകാൻ കഴിയുള്ളൂ. അപ്പോഴാണ് ആ വളർച്ചയുടെ ഘട്ടം ശരിയാവണം. ഇല്ലെങ്കിൽ ഇടയിൽ ഹോള് കിടക്കും. അതുവഴി പിശാച് നുഴഞ്ഞു കയറുമ്പോൾ ഞാനെന്ന ഭാവം കടന്നു വരും, തെറ്റിപ്പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. മനസ്സിലായല്ലോ? നമ്മളെ വിളിച്ചിരിക്കുന്നത് 1-ാമത്തെ ബേസിക് വിശ്വാസത്തിൽ. ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവനെ ഈ തെറ്റായ മന്ന കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ശരിയായ വെളിപ്പാട് തന്നെ വേണം. ഓക്കെ, ഞാനത് വീണ്ടും പറയുന്നില്ല. അപ്പം ഇത് കണ്ടവര് പറഞ്ഞു ഞങ്ങൾ ഇനി പഴയ സഭയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായിക്കൊണ്ടോട്ടെ, അങ്ങനെ തീരുമാനം എടുക്കാൻ തോന്നി അകത്തെ വിത്ത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. അവിടെ തെറ്റായ മന്നയാണെന്ന് മനസ്സിലായിട്ടാണ്. അതായത് നമ്മളൊക്കെ വന്നിട്ട് എത്രയോ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് എത്രയോ സഭകളുണ്ട്. നമ്മൾ ചോദിക്കും അങ്ങ് പോണം. അതെ, നോഹയുടെ കാലം അങ്ങ് ഒരു പെട്ടകം ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇവിടെ വിശ്വാസത്തിൽ പൂർണ്ണത വന്നാൽ മാത്രമേ വീര്യം നൽകുള്ളൂ. വീര്യം ഈ വിശ്വാസത്തോട് വിളക്കി ചേർത്ത് അവൻ ക്രിസ്തുവിൽ വളർന്നാൽ മാത്രമേ അടുത്ത് പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ. പരിജ്ഞാനത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ അടുത്ത് നൽകുകയുള്ളൂ. ഓക്കെ, ഇത്ര നമുക്ക് മനസ്സിലായി. ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ ഉദാഹരണം വേറെ വിചാരിക്കുന്നത്, ചർച്ചിലിരിക്കുമ്പോൾ ഇതുപോലെ പഠിപ്പിക്കുമ്പോൾ വേറെ പല കാര്യം കർത്താവ് എന്നെ പഠിപ്പിക്കും. പക്ഷെ അവിടെ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവാൻ കേൾക്കുകയും ചെയ്യും. അതിനിടയിൽ ദൈവം എനിക്ക് പഠിപ്പിക്കേണ്ട എല്ലാം പഠിപ്പിച്ചേ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവട്ടെ. അത് വേണം. ആ ശബ്ദം കേൾക്കാനാണ് നമ്മൾ, അല്ല ഇവിടുന്ന് പറയണം മാത്രം കേൾക്കാനല്ല. ഇപ്പൊ തന്നെ എത്ര ഇണവചനങ്ങൾ എനിക്ക് പറയാമായിരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ട ഏത് വരും. ഈ ചെറിയൊരു കൂട്ടരായിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കുള്ളതിന് മുമ്പ് ഇങ്ങനെ പറയുന്ന ഒരാൾ ജൂലിയ, ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൾ എന്നെ വിളിക്കും. ജൂലിയ മാത്രമേ വിളിക്കാറുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. സഭയിൽ ഇരിക്കുമ്പോഴായാലും വണ്ടിയിൽ പോണ സമയത്ത് ഇവിടെ എടുത്ത വചനമാണ് ധ്യാനിച്ച് പോണത്.
അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പുസ്തകം എടുത്ത് വായിക്കും, അതിനകത്ത് കാണും. അപ്പോഴേ വിളിക്കും, പാസ്റ്റർ അവിടെ പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടി. ഇത് ധ്യാനമാണ്. അപ്പൊ ഇതുപോലെ ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴ്ച പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, വളർച്ച പ്രാപിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ വന്നത് ഇവിടെ പറയുന്ന ഈ ശബ്ദങ്ങളും അല്ല, ഇതിനിടയിൽ ഇണവചനെല്ലാം കർത്താവ് നമുക്ക് തരും. അതുമായി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. ഇന്ന് ചർച്ചിൽ വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചല്ലാതെ പല വചനം നമുക്കറിയാവുന്നതാണ്. പക്ഷെ ദൈവം, ഈ രണ്ട് വ്യത്യാസമുണ്ട്. എനിക്ക് ഓർമ്മയിൽ കിടക്കുന്ന വചനം എന്റെ ഓർമ്മയിൽ വരുന്നത് നോർമലി വരും, ഇപ്പൊ ഇരിക്കുന്നത് പോലെ തന്നെ വരും. പക്ഷെ ദൈവം ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനൊന്ന് വൈബ്രേറ്റ് ചെയ്യും, ഒന്ന് ഉണരും, എന്റെ മുഖം ഒന്ന് ഭാവം മാറും. ദൈവം നടത്തുന്ന വഴിയാ. അവരാണ് ദൈവവുമായിട്ട് ഇന്ന് കർത്താവിനോടൊപ്പം ഒരു പടി കൂടെ മുമ്പോട്ട് സഞ്ചരിച്ചവർ. ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, അങ്ങനെ ആവാൻ ശ്രമിക്കുക. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ന്യൂ ഇയറിന്റെ അന്ന് എടുത്ത അതേ വചനം തന്നെയാണ് ഇന്ന് എടുത്ത് 3 ആയിട്ടുള്ളൂ. അടുത്ത തുറന്നെടുക്കാം. ഇതുപോലെ വിശ്വസ്തയോടുകൂടെ പൂർണ്ണമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനിവിടെ ഒരു ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ലഭിച്ചതിന്റെ നന്ദി നിങ്ങൾ കർത്താവിന് പറയുക. സ്തോത്രത്തോടും കണ്ണടയ്ക്കുക. സ്തോത്രത്തോടും സ്തുതികളോടും കൂടെ കർത്താവിനോട് അറിയിക്കുന്നതിന്റെ തീഷ്ണത, നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ആത്മസന്തോഷത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കും. അല്ല പുരോഹിതനോടൊന്നും എല്ലാവർക്കും വേണ്ടി ബ്ലാങ്കായിട്ട് അങ്ങ് പ്രാർത്ഥിച്ച കാര്യമൊന്നുമില്ല. നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരുവാനും. അതിന് ഞാനൊരു ചൂണ്ടുപലക മാത്രമേ ഉള്ളൂ. ഞാനും അതേ കണക്ക് തന്നെ ഇവിടെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണയുള്ള കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലോകത്ത് കോടിക്കണക്കിന് സഭകൾ ഇരിക്കുന്നു, എല്ലാവരും മണവാട്ടിയാണെന്ന് പറയുന്നു. എന്നാൽ വിളിച്ചവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എത്ര പേർ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നറിയില്ല. തന്റെ വിളിയാലും, അത് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അപ്പൊ വിളിച്ചവനൊരു ആശയുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതെന്താണെന്ന് ആരാഞ്ഞ് എന്നെക്കുറിച്ച് വചനത്തിലുണ്ട്. ഞാൻ വചനമാണ്. മണവാളൻ വചനമാണെങ്കിലും മണവാട്ടിയും വചനമാണ്. അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ച് ഈ ബൈബിളിലുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. ഞാൻ പൊതുവെ നമ്മൾ സഭയെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയാണ്, ഈ വചനത്തിൽ എവിടെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ അതിനായി ജാഗരിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു വെളിപ്പാട് നൽകും. അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ പിന്നെ അത് തകർക്കാൻ കഴിയില്ല. അതങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. ആ ആശ തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിച്ചാൽ അതാണ് ക്രിസ്തേശുവിലുള്ള ദൈവ സ്നേഹം. അത് പിന്നെ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ ഒന്നിനും, ഈ ലോകപരമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾക്കും ഒരു ആഗ്രഹങ്ങൾക്കും ഒരു സ്വത്തുവകകൾക്കും ഒരു എന്ത് തന്നെ ആയ ഒരു പ്രശസ്തിക്കോ പേരിനോ അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നതിനോ ഒന്നിനും ക്രിസ്തേശുള്ള ആ ഭാവത്തെ മാറ്റിക്കളയാൻ, ദൈവ സ്നേഹത്തെ മാറ്റിക്കളയാൻ കഴിയില്ല. നമ്മൾ ലോകത്തിന്റെ 5 വാതിലുകളും അടച്ചിട്ട് ഒറ്റ വാതിൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന വാതിൽ തുറന്നാൽ ഞാൻ അടച്ചതെല്ലാം കർത്താവ് ചന്തവും ഉചിതവുമാക്കി എനിക്ക്